എന്നുള്ളതാണ് ഈ ഒരു വിഷയം. ഇതിൻ്റെ വിഷയത്തിൻ്റെ ഒരു പ്രാധാന്യം ഇത് ട്രംപിൻ എന്ന വ്യക്തിയുടെ ഒരു മെഗാലോതൈമിയ, അതല്ലെങ്കിൽ അയാളുടെ ഒരു ചില മനോഘടനയിൽ ഇന്ന് താരിഫ് വർധനയെ കണക്ട് ചെയ്യുന്ന രീതിയിലാണ് പല വ്യാഖ്യാനങ്ങളും പല നെറേറ്റീവുകളും ഉണ്ടാകുന്നത്. പക്ഷെ അതിൽ നിന്ന് വ്യത്യസ്തമാണ്. ഇതൊരു വ്യവസ്ഥയുടെ സാമൂഹ്യ സാമ്പത്തിക വിഷയവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒന്നാണ് എന്നുള്ള ഒരു നെറേറ്റീവിനെ മാറ്റിവെച്ചുകൊണ്ട് ഒരു വ്യക്തിയിലേക്ക് ഈ നെറേറ്റീവിനെ കൊണ്ടെത്തിക്കാനുള്ള ശ്രമങ്ങളാണ് പല മാധ്യമങ്ങളും നടത്തിപ്പോയിട്ടുള്ളത്. അതിന് അതിനപ്പുറത്തേക്ക് ഇത് കഴിഞ്ഞൊരു 3 പതിറ്റാണ്ടായി തുടരുന്ന ഒരു നിയോ ലിബറൽ യുഗത്തിന്റെ അന്ത്യത്തിന്റെ സൂചനകളിലേക്കാണോ ഇത് വിരച്ചുകൊണ്ടുന്നത് എന്നുള്ള അതിപ്രസക്തമായ ചോദ്യത്തിലേക്കാണ് ഈ സെഷൻ വിരച്ചുകൊണ്ടുന്നത്. അത് ഈ പ്രമേയത്തെ ആസ്പദമായിട്ടുള്ള പ്രധാന പ്രഭാഷണം നടത്താനായി ഹരിലാലിനെ ക്ഷണിക്കുന്നു. ഹരിലാലിനെ നമുക്ക് പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. ഹരിലാല് കേരളത്തിലെ ഏറ്റവും അറിയപ്പെടുന്ന, കേരളത്തിനകത്തും പുറത്തും ഏറ്റവും അറിയപ്പെടുന്ന സാമ്പത്തിക ശാസ്ത്രജ്ഞനാണ്. സർവോപരി അന്താരാഷ്ട്ര വ്യാപാരത്തെ സംബന്ധിച്ചുള്ള ഇന്ത്യയിൽ തന്നെ ഏറ്റവും ആധികാരികമായ സ്വരമാണ്. ഹരിലാൽ എന്താണ് ഈ വിഷയത്തെക്കുറിച്ച് പറയുന്നത് കേൾക്കാനായിട്ടുള്ള നമുക്കെല്ലാവർക്കും വളരെ താല്പര്യമുണ്ട്. ഹരിലാലിനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. വിജയരാഘവൻ, ശ്രീ രഞ്ജിത്ത്, പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഞാൻ വിജയരാഘവനോട് പറയായിരുന്നു, കുറേ കാലത്തിന് ശേഷമാണ് സഹവിൻ്റെ ദീർഘമായിട്ടുള്ള ഒരു പ്രസംഗം കേൾക്കാൻ അവസരം കിട്ടിയത്. കുറേ കാലം മുമ്പ് എല്ലാവരും കേൾക്കാൻ ഇഷ്ടപ്പെട്ടിരുന്ന ഒരു പ്രാസംഗികനാണ് ശ്രീ വിജയരാഘവൻ. കേരളത്തിലുടനീളം അദ്ദേഹത്തെ കേൾക്കാൻ ആൾക്കാർ പ്രസംഗ വേദികളിലേക്ക് എത്തുമായിരുന്നു. പക്ഷെ അടുത്ത കാലത്ത് നമ്മളിങ്ങനെ ഇരുന്ന് ഡിസിപ്ലിൻഡായിട്ടിരുന്ന് കേൾക്കുന്ന പതിവില്ല. പക്ഷെ ഇന്ന് അങ്ങനെ ദീർഘമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ഒരു അവതരണം കേൾക്കാൻ കഴിഞ്ഞു. അത്രയും വിശദമായിട്ടുള്ള ഒരു പ്രഭാഷണത്തിന് ശേഷം ആഗോള രംഗത്ത് ഈ മാറ്റങ്ങളുടെ എല്ലാം വളരെ ആഴത്തിലുള്ള ഒരു പഠനം അവതരിപ്പിക്കപ്പെട്ടതിന് ശേഷം ദീർഘമായിട്ടുള്ള ഒരു അവതരണത്തിന് ഈ വേദിയിൽ ഇനി സ്ഥാനമുണ്ട് എന്ന് ഞാൻ കരുതുന്നില്ല. ഞാൻ ഇവിടെ രഞ്ജിത്ത് നിർദ്ദേശിച്ച വിഷയത്തിൻ്റെ ഏറ്റവും പ്രസക്തമായ ചില കാര്യങ്ങൾ സൂചിപ്പിച്ചുകൊണ്ട് ഹ്രസ്വമായി സംസാരിച്ച് അവസാനിപ്പിക്കാം എന്നാണ് കരുതുന്നത്. ഈ ട്രംപിൻ്റെ താരിഫ്, അതിനെ തുടർന്നുണ്ടായിരിക്കുന്ന താരിഫ് യുദ്ധം നിയോ ലിബറലിസത്തിൻ്റെ അവസാനമാകുമോ എന്ന തരത്തിലാണ് ഈ ചോദ്യം ഫ്രെയിം ചെയ്തിട്ടുള്ളത്. യഥാർത്ഥത്തിൽ നിയോ ലിബറലിസത്തിൻ്റെ അവസാനമാകുമായിരുന്നെങ്കിൽ അത് വളരെ നന്നായേനെ. പക്ഷേ നിയോ ലിബറലിസത്തെ തകർക്കുന്ന രീതിയിലേക്ക് സമീപകാലത്ത് അത് വളരുമെന്ന് കരുതാൻ കഴിയില്ല, പ്രത്യേകിച്ചും ഇന്ത്യയുടെ സാഹചര്യത്തിൽ. ഇന്ത്യയിൽ നമ്മുടെ ഈ ട്രംപിൻ്റെ താരിഫ് വന്ന ഒരു ക്രൈസിസ് സിറ്റുവേഷൻ ഉണ്ടായപ്പോൾ ഇന്ത്യയിലെ പല സാമ്പത്തിക ശാസ്ത്രജ്ഞന്മാരും മുൻ ബ്യൂറോക്രാറ്റുകളുമൊക്കെ പറഞ്ഞത് ഇത് ഒരു രണ്ടാമത് 1991 മൊമെന്റ് ഉണ്ടാക്കിയിരിക്കുന്നു എന്നാണ്. അതായത്
1991 ആരംഭിച്ച നിയോ ലിബറൽ നയങ്ങൾ അത് കൂടുതൽ ശക്തമായി ആവർത്തിക്കുന്നതിനുള്ള ഒരു വലിയ അവസരമാണ് ട്രംപിന്റെ ഈ നയങ്ങൾ, ഈ താരിഫ് വർധനവ് ഉണ്ടാക്കിയിരിക്കുന്നതെന്നാണ് ഈ നീതി ആയോഗിന്റെ മുൻ അധ്യക്ഷനായിരുന്ന എക്കണോമിസ്റ്റ് അടക്കം ഇപ്പോൾ മുണ്ടക് സിംഗ് അലുവാലിയ, അതുപോലെ തന്നെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ മുൻ ചെയർമാൻ, അതുപോലുള്ള പല ആൾക്കാരും അഭിപ്രായപ്പെട്ടു. അതായത് അമേരിക്കയും വികസിത രാജ്യങ്ങളും വളരെ പ്രൊട്ടക്ഷനിസ്റ്റ് ആയിട്ടുള്ള നയങ്ങൾ സ്വീകരിച്ചാലും അവര് ഇന്ത്യക്കെതിരായിട്ട് ഇത്രയും ഉയർന്ന താരിഫൊക്കെ ഏർപ്പെടുത്തിയാലും ഇന്ത്യ സ്വതന്ത്ര വ്യാപാര നയങ്ങളിലേക്ക് കൂടുതൽ ആവേശത്തോടുകൂടി എടുത്തു ചാടണം. 1991 തുടങ്ങിവെച്ച നിയോ ലിബറൽ പരിഷ്കാരങ്ങൾ കൂടുതൽ ആഴത്തിലും പരപ്പിലും നടപ്പിലാക്കണം എന്നുള്ള ആഹ്വാനമാണ് ഇന്ത്യയിലെ പല സാമ്പത്തിക ശാസ്ത്രജ്ഞരും മുന്നോട്ട് വെക്കുന്നത്. അത് ഒരു പരിധിവരെ ഇന്ത്യയിലെ ഭരണകൂടം ആ നിലയിൽ തന്നെ കാര്യങ്ങൾ ചെയ്യുമെന്നുള്ളതിന് നിരവധി ഉദാഹരണങ്ങൾ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്ന് ഈ ഗൂഗിൾ ടാക്സ് പിൻവലിച്ചതാണ്. അത് ഏപ്രിൽ 1 മുതൽ ഗൂഗിൾ ടാക്സ് പിൻവലിക്കാൻ ഗൂഗിൾ അടക്കം ഉള്ള ഡിജിറ്റൽ കുത്തകകൾ അവർ നൽകുന്ന പരസ്യത്തിന് മേൽ സർക്കാർ ഈടാക്കുന്ന 6% നികുതി പിൻവലിക്കാൻ തീരുമാനിച്ചു. ഇത് അമേരിക്കയുടെ ഒരു പ്രധാനപ്പെട്ട ആവശ്യമായിരുന്നു. അവരുടെ ടെക് കുത്തകകൾ, അവർക്ക് വലിയ ലാഭമുണ്ടാക്കുന്ന ബിസിനസ്സാണ് അവരുടെ ഈ പരസ്യം കൊടുക്കുന്നത്. നമ്മുടെ രാജ്യത്ത് ഇപ്പോൾ പത്രങ്ങളിലും മറ്റ് മാധ്യമങ്ങളിലും പരസ്യം കൊടുക്കുന്നതിനേക്കാൾ എഫക്റ്റീവ് ആവുന്നത് ഇത്തരം ഡിജിറ്റൽ മാധ്യമങ്ങളിലൂടെ പരസ്യം കൊടുക്കുന്നതാണ്. അങ്ങനെ പരസ്യം കൊടുക്കുമ്പോൾ അതിലൂടെ ഉണ്ടാവുന്ന വലിയ ആദായം ഗൂഗിളിനെ പോലെയുള്ള ലോക കുത്തകകൾ എടുത്തുകൊണ്ട് പോകുന്നുണ്ട്. ഇപ്പൊ ബിസിനസ് രംഗത്തുള്ളവരോട് ചോദിക്കുകയാണെങ്കിൽ അവർ പറയും അവരുടെ ഈ അഡ്വർടൈസ്മെന്റ് കോസ്റ്റ് ഗണ്യമായി ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ വലിയ ലാഭം ഉണ്ടാക്കുന്ന ഗൂഗിൾ പോലെയുള്ള കമ്പനികൾക്ക് അവരുടെ പരസ്യത്തിന്റെ വരുമാനത്തിന്റെ മേളിൽ ഏർപ്പെടുത്തുന്ന നികുതി ഇന്ത്യൻ സർക്കാർ പിൻവലിച്ചിരിക്കുന്നു. എന്താ അതിന്റെ ലോജിക്ക്? നമ്മുടെ നാട്ടിലൊരു കപ്പലണ്ടി മിഠായി വാങ്ങിച്ചാലും സാധാരണക്കാരൻ നികുതി കൊടുക്കണം, എല്ലാ ചെറിയ ബിസിനസ്സുകാരും നികുതി കൊടുക്കണം. അങ്ങനെയുള്ളൊരു രാജ്യത്ത് ഗൂഗിള് പോലെയുള്ളൊരു അന്താരാഷ്ട്ര കുത്തകയ്ക്ക് ഇവിടെ നടക്കുന്ന ബിസിനസ്സിൽ അവരുടെ മുകളിൽ വെച്ചിരുന്ന ഒരു ചെറിയ നികുതി, 6% നികുതി എന്ന് പറയുമ്പോൾ ഇന്ത്യക്ക് വലിയ നികുതി വരുമാനം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. അത് പിൻവലിച്ചിരിക്കുന്നു. അത് പിൻവലിക്കുമ്പോൾ യഥാർത്ഥത്തിൽ കേന്ദ്ര ഗവൺമെന്റ് നികുതി വരുമാനം നഷ്ടം ഉണ്ടാകുമെന്നുള്ളത് മാത്രമല്ല, ഇന്ത്യയുടെ ഡിവിസിബിൾ പൂളില് സംസ്ഥാനങ്ങൾക്കും ഇടയിൽ വീതം വെക്കേണ്ട നികുതിയുടെ ശേഖരത്തിലും കുറവ് വരികയാണ്. എന്താണ് ഈ നികുതി പിൻവലിക്കുന്നതിനുള്ള ന്യായം? ആ നികുതി പിൻവലിക്കുന്നതിനുള്ള ന്യായം അമേരിക്കൻ ഭരണകൂടം അതിശക്തമായി ആവശ്യപ്പെട്ടു എന്നുള്ളതാണ്. ട്രംപ് കുറെ കാലമായി പല രാജ്യങ്ങളോടും ആവശ്യപ്പെടുന്ന ഒരു കാര്യമാണ്, ഞങ്ങളുടെ ടെക് കുത്തകകൾക്കെതിരായിട്ട് നിങ്ങൾ ആഭ്യന്തര നികുതി വെക്കാൻ പാടില്ല എന്നുള്ളത്. അതുപോലെ തന്നെയാണ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് നമ്മളിപ്പോൾ വന്ന് കേട്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ ആഭ്യന്തര നികുതിയായ ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സിന്റെ ചരക്ക് സേവന നികുതിയുടെ കാര്യത്തിൽ ഇപ്പൊ കേന്ദ്ര ഗവൺമെന്റ് പ്രഖ്യാപിച്ചിരിക്കുന്ന നികുതി നിരക്കുകളുടെ ഏകീകരണം. ആ നികുതി നിരക്കുകളുടെ ഏകീകരണം വരുമ്പോൾ നമ്മുടെ രാജ്യത്ത് എല്ലാ ആഡംബര വസ്തുക്കളുടെയും വില കൂടിയ
ഉപഭോഗ വസ്തുക്കളുടെയും മദ്യത്തിൻ്റെയും ഓട്ടോമൊബൈൽസിൻ്റെ എല്ലാം GST നിരക്ക് വ്യാപകമായിട്ട് കുറയാൻ പോവുകയാണ്. കേരളത്തിലെ സർക്കാരിന് പ്രതിവർഷം ഏകദേശം 8,000 കോടി രൂപയുടെ 6,000-നും 10,000 കോടി രൂപയുടെ ഇടയ്ക്ക് പ്രതിവർഷം കേരളത്തിന് മാത്രം നഷ്ടം വരും. ലക്ഷക്കണക്കിന് കോടി രൂപയുടെ വരുമാനമാണ് ഇന്ത്യയിലെ സംസ്ഥാനങ്ങൾക്കും കേന്ദ്ര ഗവൺമെന്റിനും ഒരുമിച്ച് വരാൻ പോകുന്നത്. ഈ നികുതി ക്രമീകരണത്തിന് പിറകിലും യഥാർത്ഥത്തിൽ അമേരിക്കയുടെ അതുപോലെ തന്നെ വികസിത രാജ്യങ്ങളുടെ സമ്മർദ്ദമുണ്ട്. അതെന്തുകൊണ്ടാണെന്ന് ഞാൻ ഒരു ചുരുക്കിയ വാക്കുകളിൽ പറയാം. ഇപ്പോൾ ഇന്ത്യയും UK-യും തമ്മിൽ സമീപകാലത്ത് ഒരു ഫ്രീ ട്രേഡ് ഏരിയ എഗ്രിമെന്റിൽ ഒപ്പിട്ടു. നമ്മൾ യൂറോപ്പുമായിട്ട് യൂറോപ്യൻ ഫ്രീ ട്രേഡ് ഏരിയ EFTA-യുമായിട്ട് ഒരു 6 മാസം മുമ്പ് വേറൊരു ഫ്രീ ട്രേഡ് ഏരിയ എഗ്രിമെന്റ് സ്വതന്ത്ര വ്യാപാര കരാർ ഒപ്പിട്ടു. ബാക്കിയുള്ള യൂറോപ്യൻ സമൂഹവുമായി ഇപ്പോൾ സ്വതന്ത്ര വ്യാപാര കരാറിൽ ഏർപ്പെടുന്നതിനുള്ള ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ രാജ്യങ്ങളെല്ലാം അവരുടെ ആഡംബര ഉപഭോഗ വസ്തുക്കൾ, പ്രത്യേകിച്ച് മദ്യമടക്കമുള്ള ആഡംബര വെഹിക്കിൾസ് അടക്കമുള്ള കാര്യങ്ങൾ ഇന്ത്യയിൽ വിൽക്കാൻ താല്പര്യമുള്ളവരാണ്. പക്ഷെ അവിടെ ഒരു തടസ്സം നേരത്തെ ഉണ്ടായിരുന്നത് ഇറക്കുമതി ചുങ്കമാണ്. ഈ സ്വതന്ത്ര വ്യാപാര കരാർ ഒപ്പിട്ട് കഴിയുമ്പോൾ ഇറക്കുമതി ചുങ്കം എടുത്തു കളയപ്പെടും, അല്ലെങ്കിൽ അത് വെട്ടിച്ചുരുക്കും. അപ്പോൾ UK-യിൽ നിന്ന് സ്കോട്ട്ലൻഡിലുമൊക്കെ ഉണ്ടാക്കുന്ന വിസ്കി അടക്കമുള്ള ഉൽപ്പന്നങ്ങളും അവരുടെ മറ്റ് വ്യാവസായിക ഉൽപ്പന്നങ്ങളും ഇനി ഇന്ത്യയിലേക്ക് ഇറക്കുമതി തീരുവ വലിയ രൂപത്തിൽ അടയ്ക്കാതെ ഇന്ത്യൻ കമ്പോളത്തിലേക്ക് ഈ സാധനങ്ങൾക്ക് വരാം. പക്ഷെ അതിവിടെ വിൽക്കണമെന്നുണ്ടെങ്കിൽ ഇംഗ്ലണ്ടിൽ നിന്ന് വരുന്ന വിസ്കി, സ്കോച്ച് വിസ്കി ഇവിടെ വിൽക്കണം എന്നുണ്ടെങ്കിൽ ഒരു തടസ്സമുള്ളത് ഉയർന്ന GST ആണ്. വളരെ ഉയർന്ന നിരക്കിൽ GST കൊടുത്തെങ്കിൽ മാത്രമേ അത് കമ്പോളത്തിൽ വന്നിട്ട് അത് വിൽക്കാൻ കഴിയൂ. അപ്പോൾ ഈ രാജ്യങ്ങളിലുള്ള വില കൂടിയ ഉൽപ്പന്നങ്ങൾ, ആഡംബര ഉപഭോഗ വസ്തുക്കൾ, വിസ്കി അടക്കമുള്ള ഉൽപ്പന്നങ്ങൾ നമ്മുടെ കമ്പോളത്തിൽ വിൽക്കണമെന്നുണ്ടെങ്കിൽ അതിന് തടസ്സം നിൽക്കുന്നത് ഉയർന്ന GST നിരക്കുകളാണ്. 48% എന്നുള്ള ഒരു നികുതി നിരക്ക് പൂർണ്ണമായിട്ടും ഒഴിവാക്കുകയാണ്. ഏറ്റവും ഉയർന്ന നിരക്ക് ഇനി മുതൽ 18% GST-യുടേത് എന്നാണ്. ഇപ്പൊ GST കൗൺസില് നാളെയും മറ്റന്നാളുമായിട്ട് ഡൽഹി ചേർന്ന് കഴിഞ്ഞാൽ പ്രധാനമന്ത്രി സ്വാതന്ത്ര്യ ദിനത്തിൽ പറഞ്ഞ പ്രഖ്യാപനം നടപ്പിലാക്കി കഴിഞ്ഞാൽ ഈ ഉയർന്ന നിരക്കെല്ലാം കുറയും. അങ്ങനെ വന്നാൽ യൂറോപ്യൻ സാമ്പത്തിക സമൂഹത്തിന്റെ, UK-യുടെ ഒക്കെ ഉൽപ്പന്നങ്ങൾ, അമേരിക്കയുടെ ഒക്കെ ഉൽപ്പന്നങ്ങൾ തീരുവ കുറച്ച് രാജ്യത്തിലേക്ക് കടന്നു വരാം. രാജ്യത്തിനകത്ത് വന്നാൽ GST നിരക്കുകൾ കുറവായതുകൊണ്ട് അവർക്ക് ഇന്ത്യൻ വിപണി പിടിച്ചെടുക്കാം. ഇന്ത്യൻ വിപണിയിലേക്ക് വന്ന് കൂടുതൽ വിൽക്കുന്നതിനുള്ള ഏറ്റവും വലിയ തടസ്സം നമ്മുടെ ആഭ്യന്തര നികുതികളായിരുന്നു, ഇൻഡയറക്ട് ടാക്സസ് ആയിരുന്നു, പ്രത്യേകിച്ചും GST ആയിരുന്നു. ഇത് ഒഴിവാക്കാൻ സാമ്രാജ്യത്വ രാജ്യങ്ങൾക്ക് കഴിഞ്ഞിരിക്കുന്നു. അത് സാധാരണ നിലയിൽ സാധ്യമാവുന്ന ഒരു കാര്യമല്ല. കാരണം രാജ്യങ്ങൾ തമ്മിലുള്ള വ്യാപാര ചർച്ചകളൊക്കെ നടക്കുന്നത് ആഭ്യന്തര നയങ്ങളെ സംബന്ധിച്ചല്ല, ആഭ്യന്തര നികുതികളെ കുറിച്ചല്ല, മറിച്ച് ബോർഡർ മെഷേഴ്സിനെ കുറിച്ചാണ്. ഇമ്പോർട്ട് ഡ്യൂട്ടിയും എക്സ്പോർട്ട് ഡ്യൂട്ടിയും ഡ്യൂട്ടി ഇതര പ്രതിബന്ധങ്ങളും വ്യാപാരത്തിനു മേളിലുള്ള പ്രതിബന്ധങ്ങളെ കുറിച്ചിട്ടാണ് സാധാരണ രീതിയിൽ രാജ്യങ്ങൾ തമ്മിലുള്ള വ്യാപാര ചർച്ചകളെല്ലാം നടക്കുന്നത്. ആ നിരക്കുകൾ കൂട്ടുക കുറയ്ക്കുക എന്നുള്ളത് മാത്രമാണ് ആ വ്യാപാര ചർച്ചകളിലൂടെ തീരുമാനിക്കപ്പെടുക. ആഭ്യന്തര നയങ്ങളുടെ കാര്യത്തിൽ സാധാരണ വ്യാപാര കരാറുകൾ തീരുമാനത്തിലേക്ക് എത്താറില്ല. പക്ഷെ അത് അമേരിക്കയ്ക്ക് തടസ്സമാണ്, യൂറോപ്പിന് തടസ്സമാണ്. അതുകൊണ്ട് ഇന്ത്യയിലെ ആഭ്യന്തര നികുതികൾ ആദ്യമായി
ഇത്തരം ചർച്ചകളുടെ ഭാഗമായി മാറിയിരിക്കുന്നു. അത് പരസ്യമാക്കിക്കൊണ്ടല്ലെങ്കിലും അതിൻ്റെ അടിസ്ഥാനത്തിൽ അമേരിക്കയെയും അതുപോലെ തന്നെ യൂറോപ്പിനെയൊക്കെ തൃപ്തിപ്പെടുത്തുന്നതിന് വേണ്ടി കൂടിയാണ് ഇപ്പോൾ കേരളത്തിലെ ഇന്ത്യയിലെ ഈ GST നിരക്കുകളിൽ മാറ്റം ഏകീകരണം വരുത്തിയിരിക്കുന്നത്. ആ ഏകീകരണം വരുത്തുമ്പോൾ നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഒരു വലിയ പ്രചരണമുണ്ട്. നമ്മുടെ മുഖ്യധാരാ മാധ്യമങ്ങളൊക്കെ നടത്തുന്ന പ്രചരണം GST നിരക്കുകൾ കുറയുമ്പോൾ സാധനങ്ങളുടെ വില കുറയുമെന്നുള്ളതാണ്. ഇത് നേരത്തെ GST നടപ്പിലാക്കിയ സമയത്ത് കേരളം നടത്തിയ പഠനത്തിൽ, മറ്റ് സ്ഥാപനങ്ങൾ നടത്തിയ പഠനത്തിൽ കണ്ടതാണ്. GST നിരക്കുകൾ കുറയ്ക്കുമ്പോൾ ഉൽപാദകർ, വ്യാപാരികൾ അത് വിലക്കുറവാക്കി മാറ്റി കൺസ്യൂമേഴ്സിലേക്ക്, ഇടപാടുകാരിലേക്ക് അതിൻ്റെ നേട്ടം പകർന്നു നൽകാറില്ല എന്നുള്ളത്. അത് ഇപ്പോഴും ഈ GST നിരക്കിന് ശേഷം, ഇപ്പോൾ ഈ ഏകീകരണത്തിന് ശേഷവും അത് അങ്ങനെ തന്നെയാണ് സംഭവിക്കാൻ പോകുന്നത് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. സർക്കാരുകളുടെ വരുമാനം കുറയും, നികുതി വരുമാനം കുറയും, GST നിരക്കുകൾ കുറയും. പക്ഷേ ഇന്ത്യയിലും ഇന്ത്യക്ക് പുറത്തുമുള്ള വ്യാപാരികൾ അവരുടെ ഉൽപ്പന്നങ്ങളുടെ വില കുറയ്ക്കാനുള്ള സാധ്യത വളരെ വളരെ പരിമിതമാണ്. കാരണം ഈ കമ്പോളങ്ങളിലൊന്നും തുറന്ന മത്സരമില്ല. വിരലിലെണ്ണാവുന്ന ഉൽപാദകരാണ്, കുത്തകകളാണ് ഓരോ മേഖലയിലും വിഹരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവർ പരസ്പരം ആലോചിച്ച് മത്സരം ഒഴിവാക്കി കാർട്ടലുകൾ ഉണ്ടാക്കി വിലകൾ പഴയതുപോലെ നിലനിർത്തും. പക്ഷെ നമ്മൾ സാധാരണ ഈ സാമ്പത്തിക ശാസ്ത്രജ്ഞന്മാരെല്ലാം പഴയ കമ്പോള മത്സരത്തിൻ്റെ, മാർക്കറ്റ് ഫണ്ടമെന്റൽസിന്റെ വർത്തമാനം പറഞ്ഞുകൊണ്ട് ഇതാ ഈ നികുതി മാറ്റുമ്പോഴത്തേക്ക് മത്സരം മുറുകും, ഉൽപാദകർ തമ്മിലുള്ള മത്സരം മുറുകി ഉൽപാദനക്ഷമത കൂടും, സാധനങ്ങളുടെ വില കുറയും എന്നുള്ള പ്രചരണം നടത്തുന്നു. ആ പ്രചരണം തെറ്റാണെന്ന് അടുത്ത ഒരു വർഷത്തെ നമ്മുടെ അനുഭവത്തിലൂടെ നമുക്ക് ബോധ്യപ്പെടും. അതോടൊപ്പം ഒരു കാര്യം കൂടി പ്രത്യേകമായിട്ട് മാധ്യമങ്ങളിൽ വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടാത്ത ഒരു കാര്യം കൂടി പറയേണ്ടതായിട്ടുണ്ട്. നമ്മുടെ GST നിയമത്തിൽ പ്രോഫിറ്റിയറിങ്ങിനെതിരായിട്ട്, അമിത ലാഭം ഉണ്ടാക്കുന്നതിനെതിരായിട്ടുള്ള ചില വകുപ്പുകളും ഉപവകുപ്പുകളുമുണ്ട്. അതനുസരിച്ച് സർക്കാർ നികുതി നിരക്ക് കുറയ്ക്കുമ്പോൾ അതിൻ്റെ നേട്ടം കൺസ്യൂമേഴ്സിലേക്ക് പകർന്നു കൊടുക്കാൻ കച്ചവടക്കാർക്കും ഉൽപാദകർക്കും ബാധ്യതയുണ്ട്. അങ്ങനെ ഉണ്ടായില്ലെങ്കിൽ അതിനെതിരെ പരാതി കൊടുക്കാം. ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ ആന്റി പ്രോഫിറ്റിയറിംഗ് ക്ലോസ് അപ്ലൈ ചെയ്ത് ശിക്ഷാ നടപടികൾ സ്വീകരിക്കാം. ഫൈനും മറ്റു കാര്യങ്ങളും ഉണ്ടാവും. പക്ഷേ രസകരമെന്ന് പറയട്ടെ, കഴിഞ്ഞ ഏപ്രിൽ 1-ാം തീയതി മുതൽ നേരത്തെ കൂട്ടി തന്നെ ഈ ആന്റി പ്രോഫിറ്റിയറിംഗ് വകുപ്പ് GST ഇതിൽ നിന്ന് എടുത്തു മാറ്റിയിരിക്കുന്നു. ഇപ്പം നിലവിലുള്ള പരാതികൾ പരിഹരിക്കും. ഒരു സൺസെറ്റ് ക്ലോസ് വെച്ചിട്ട് ഇപ്പം നിലവിലുള്ള പരാതികൾ പരിഹരിക്കുന്നതിനുള്ള പ്രൊവിഷൻ കൊടുത്തു. പക്ഷെ ഇനി മുമ്പോട്ട് പോകുമ്പോൾ ഇങ്ങനെ കാട്ടലുകളും കുത്തകകളും അവരുടെ വില കുറച്ചില്ലെങ്കിൽ അതിനെതിരായിട്ട് നടപടിയെടുക്കാനുള്ള ആ വകുപ്പ് മുൻകൂട്ടി നല്ല ബുദ്ധിയോടുകൂടി ഇന്ത്യ ഗവൺമെന്റ് മാറ്റിയിരിക്കുന്നു. എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു വരുന്നത്, ഈ ലോകമാകെയുള്ള സാഹചര്യങ്ങൾ മാറുന്നതനുസരിച്ച് സ്വതന്ത്ര വ്യാപാരത്തിനൊക്കെ എതിരായിട്ടുള്ള ഈ ചുങ്കത്തിന്റെ വർധനമൊക്കെ നമ്മളെ പുനർചിന്തനയ്ക്ക് വിധേയമാക്കുമെന്നും നമ്മുടെ നയങ്ങൾ മാറ്റുമെന്നും, നമ്മൾ നിയോലിബറലിസത്തിന്റെ വഴിയിൽ നിന്ന് മാറി നമ്മുടെ ഭരണകൂടങ്ങളെ ശക്തിപ്പെടുത്തി, ഭരണകൂടം ശക്തമായി കമ്പോളത്തിൽ ഇടപെട്ട് സാമ്പത്തിക വളർച്ചയുണ്ടാക്കുന്ന സാഹചര്യം ഉണ്ടാക്കും എന്നുള്ള ആഗ്രഹം ഇന്ത്യയെ പോലുള്ള രാജ്യത്ത്, കുത്തകകൾക്ക് വലിയ പ്രാധാന്യമുള്ള ആ തരത്തിലുള്ള ഭരണകൂട ഘടനയുള്ള രാജ്യത്ത് അത് നടക്കാനുള്ള സാധ്യത വളരെ കുറവാണെന്ന് അടിവരയിട്ട് പറയുന്നതിന് വേണ്ടിയിട്ടാണ്. ഇനി ഞാൻ അത് ഇന്ത്യയിലെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നിന്ന് നമുക്ക്
ട്രംപ് താരിഫിലേക്ക് ഒന്ന് തിരിച്ചു പോകാം. എന്താണ് ഈ ട്രംപ് താരിഫ് ചെയ്തിരിക്കുന്നത്? എന്താണ് അതിൻ്റെ പ്രശ്നം? യഥാർത്ഥത്തിൽ ഈ ട്രംപ് താരിഫിന്റെ ഏറ്റവും വലിയ പ്രശ്നം അത് WTOയുടെ നേതൃത്വത്തിലുള്ള സ്വതന്ത്ര വ്യാപാര ക്രമത്തെ അടിമുടി ഇല്ലാതാക്കുന്ന തരത്തിലുള്ള ഒരു നടപടിയാണ് എന്നുള്ളതാണ്. അത് ഈ WTOയുടെ ഓരോ വ്യവസ്ഥകളും വളരെ വിശദമായി പരിശോധിച്ചുകൊണ്ട് എക്കണോമിക് ആൻഡ് പൊളിറ്റിക്കൽ വീക്ക്ലിയിൽ വളരെ വിശദമായിട്ടുള്ളൊരു ലേഖനം എനിക്ക് എഴുതാൻ അവസരമുണ്ടായി. ഇവിടെ സാമ്പത്തിക ശാസ്ത്ര വിദ്യാർത്ഥികൾ കൂടുതൽ അറിയാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ EPWയിലെ ആ ലേഖനം പരിശോധിച്ചാൽ മതിയാവും. ആ ലേഖനത്തിൽ ഞാൻ പറയാൻ ശ്രമിച്ചത് അമേരിക്ക മൾട്ടിപ്പിൾ വേസിൽ WTOയുടെ എല്ലാ പ്രാഥമിക നിയമങ്ങളെയും ലംഘിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. അത് അമേരിക്കയുടെ കാര്യത്തിൽ മാത്രമല്ല, അത് ലോകവ്യാപാര ക്രമത്തിന്റെ തന്നെ പൂർണ്ണമായ നാശത്തിലേക്ക് നയിക്കും എന്നുള്ള ഒരു വാദഗതിയാണ് ആ ലേഖനത്തിൽ വെച്ചത്. അതിൻ്റെ ഒരു താല്പര്യം, അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട 1-2 കാര്യങ്ങൾ ഞാനിവിടെ പറയണമെന്ന് കരുതുകയാണ്. ഒന്ന്, നിലവിലുള്ള ലോകവ്യാപാര ക്രമത്തിന്റെ, അതായത് ജനറൽ അഗ്രിമെന്റ് ഓൺ താരിഫ് ആൻഡ് ട്രേഡിൽ തുടങ്ങി ഇപ്പോൾ WTOയുടെ നേതൃത്വത്തിൽ നിലനിൽക്കുന്ന ലോകവ്യാപാര ക്രമത്തിന്റെ ഒരു അടിസ്ഥാന പ്രമാണം എന്ന് പറയുന്നത്, നിങ്ങൾ വ്യാപാര ചർച്ചകൾ നടത്തി താരിഫുകൾ കുറയ്ക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ, എല്ലാവരും അങ്ങനെ ഈ വ്യാപാര ചർച്ചകളിലൂടെ താരിഫുകൾ കുറയ്ക്കാൻ, ഇറക്കുമതി തീരുവകൾ കുറയ്ക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ, അങ്ങനെ കുറച്ച തീരുവകളെ ബൈൻഡ് ചെയ്യണം. ബൈൻഡ് ചെയ്ത് അങ്ങനെയുള്ള ബൗണ്ട് താരിഫുകൾ പിന്നെ WTOയുടെ അനുവാദമില്ലാതെ ഉയർത്താൻ പാടില്ല. ബൗണ്ട് താരിഫുകളെ നിങ്ങൾക്ക് കുറയ്ക്കാൻ കഴിയും, പക്ഷേ ഉയർത്താനാവില്ല. ഇന്ത്യ വെച്ചിട്ടുള്ള താരിഫുകളാണെങ്കിൽ പോലും WTOയിൽ ബൈൻഡ് ചെയ്ത താരിഫുകൾ നമുക്ക് ഉയർത്താൻ പാടില്ല. പ്രത്യേക സാഹചര്യങ്ങളിൽ പ്രത്യേക അനുവാദത്തോടു കൂടി മാത്രമേ ഇന്ത്യ രാജ്യത്തിന് ഇന്ത്യയുടെ താരിഫുകൾ, ബൗണ്ട് താരിഫുകൾ WTOയിൽ ബൈൻഡ് ചെയ്ത് WTOയുടെ താരിഫ് ഷെഡ്യൂളുകളിൽ നമ്മൾ പ്രസിദ്ധം ചെയ്ത ഇന്ത്യയുടെ താരിഫുകൾ ഉയർത്താൻ കഴിയില്ല. WTO സൈറ്റിൽ പോയി കഴിഞ്ഞാൽ ഓരോ രാജ്യത്തിൻ്റെയും താരിഫ് ഷെഡ്യൂളുകൾ നമുക്ക് കാണാൻ കഴിയും. ഈ ബൗണ്ട് താരിഫിന്റെ ഷെഡ്യൂൾ കാണാൻ കഴിയും. അത് ഉയർത്താൻ പാടില്ല. അമേരിക്ക ചെയ്തത് എന്താണ്? ഈ ബൗണ്ട് താരിഫിന്റെ എല്ലാ അടിസ്ഥാന പ്രമാണങ്ങളെയും ആർട്ടിക്കിൾസിനെയും ലംഘിച്ചുകൊണ്ട് ഒരു രാജ്യത്തിനെതിരായിട്ടല്ല, ലോകത്തെ എല്ലാ രാജ്യങ്ങൾക്കും എതിരായിട്ട് അമേരിക്ക അവർക്ക് ഇഷ്ടം മാതിരി അവരുടെ താരിഫുകൾ ഉയർത്തി. ഇനി ഏതെങ്കിലും ഒരു രാജ്യം അവരുടെ താരിഫ് ഉയർത്തിയാൽ WTOയുടെ അനുവാദമില്ലാതെ ആരോടും ചോദിക്കാതെ അവരെ ഇറക്കുമതി ചുങ്കം കൂട്ടിയാൽ WTOയ്ക്ക് ചോദിക്കാൻ കഴിയുമോ? ലോക സമൂഹത്തിന് ചോദിക്കാൻ കഴിയും. കാരണം ഇതിന്റെ എല്ലാം ആശാന്മാരായി നിൽക്കുന്ന, സ്വതന്ത്ര വ്യാപാരം പ്രചരിപ്പിച്ചിരുന്ന ചാമ്പ്യൻസ് ആയിരുന്ന അമേരിക്കയാണ് ഏറ്റവും ദരിദ്രമായ രാജ്യങ്ങൾക്കെതിരെ വരെ അവരുടെ ഇറക്കുമതി ചുങ്കം ബൗണ്ടായിരുന്ന താരിഫ് എല്ലാം ഉയർത്തി. 1%, 2% ആണ് 20%, 50% അമേരിക്ക ഉയർത്തിയിരിക്കുന്നത്. അമേരിക്കയിലെ ഒരു കോടതി പറഞ്ഞു ഇത് നിയമവിരുദ്ധമാണ്, ആഭ്യന്തര നിയമങ്ങൾക്കെതിരാണെന്ന് പറഞ്ഞു. ആഭ്യന്തര നിയമങ്ങൾക്ക് മാത്രമല്ല, WTO നിയമങ്ങൾക്ക് പൂർണ്ണമായും എതിരാണ് ഈ തരത്തിൽ ഏകപക്ഷീയമായി എല്ലാ രാജ്യങ്ങൾക്കും എതിരായിട്ട് താരിഫ് ഉയർത്തുക എന്നുള്ളത്. ഇനി WTOയുടെ വേറൊരു പ്രധാനപ്പെട്ട പ്രമാണമുണ്ട്. ഇതൊക്കെ അടിസ്ഥാന പ്രമാണങ്ങളാണ്. 1, 2, 3, 4 ആർട്ടിക്കിൾസിൽ വരുന്നതാണ്. അത് ഒരു പ്രിൻസിപ്പിൾ ഓഫ് നോൺ ഡിസ്ക്രിമിനേഷനാണ്. വ്യാപാരത്തിൽ വിവേചനം പാടില്ല എന്നുള്ളതാണ് WTOയുടെ ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള ഒരു പ്രമാണം. WTO മെമ്പർമാരുമായി നിങ്ങൾ വ്യാപാരത്തിൽ ഏർപ്പെടുകയാണെങ്കിൽ എല്ലാ WTO മെമ്പർമാരെയും തുല്യരായി പരിഗണിക്കണം. എല്ലാ WTO മെമ്പർമാരെയും തുല്യരായി പരിഗണിക്കണം.
അതിനൊരു കോഡ് ഭാഷ കൂടെ ഉണ്ട്. മോസ്റ്റ് ഫേവേർഡ് നേഷൻ ട്രീറ്റ്മെന്റ് കൊടുക്കണം എന്നാണ്. WTO മെമ്പറാണോ ആ രാജ്യത്തിന് നിങ്ങൾ മോസ്റ്റ് ഫേവേർഡ് നേഷൻ ട്രീറ്റ്മെന്റ് കൊടുക്കണം. ഏറ്റവും വേണ്ടപ്പെട്ട രാജ്യമായി എല്ലാ WTO രാജ്യങ്ങളെയും പരിഗണിച്ചു കൊള്ളണമെന്നാണ്. അപ്പം അങ്ങനെ വരുമ്പോൾ ഇന്ത്യയുടെ ഒരു താരിഫ് തീരുമാനിച്ചാൽ പാകിസ്ഥാനെതിരായിട്ടും ബംഗ്ലാദേശിനെതിരായിട്ടും ഇംഗ്ലണ്ടിനെതിരായിട്ടും ഒരേ നിരക്ക് ഈടാക്കാൻ പറ്റും മോസ്റ്റ് ഫേവേർഡ് നേഷൻ ട്രീറ്റ്മെന്റ് അനുസരിച്ച്. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മളൊരു പ്രത്യേക സ്വതന്ത്ര വ്യാപാര കരാറ് ആ രാജ്യവുമായിട്ട് ഒപ്പിടണം. അത് ലക്ഷണമൊത്ത സ്വതന്ത്ര വ്യാപാര കരാറാണെങ്കിൽ WTO അനുവദിക്കും. അതല്ലെങ്കിൽ എല്ലാ രാജ്യങ്ങൾക്കും ഒരേ നിരക്ക് ഏർപ്പെടുത്താൻ പാടുള്ളൂ. അങ്ങനെ നോൺ ഡിസ്ക്രിമിനേഷന്റെ ഏറ്റവും അടിസ്ഥാന ശിലയായ MFN താരിഫിനെ ഇടതും വലതും ഈ അമേരിക്ക ലംഘിച്ചിരിക്കുകയാണ്. കാരണം എന്താണ്? അവർ ഓരോ രാജ്യത്തിനോടും ഓരോ നിരക്കാണ് ആവശ്യപ്പെടുന്നത്. ഇന്ത്യയോട് 50, ബംഗ്ലാദേശിനോട് 19, അങ്ങനെ ഓരോ കമ്മോഡിറ്റിയുടെയും കാര്യത്തിൽ ഡിസ്ക്രിമിനേറ്ററി ആയിട്ടുള്ള അങ്ങേയറ്റം വിവേചനാത്മകമായിട്ടുള്ള നിരക്കുകളാണ് ട്രംപ് ഇപ്പോൾ ഈടാക്കിയിരിക്കുന്നത്. അത് വന്നു കഴിഞ്ഞാൽ പിന്നെ WTOയ്ക്ക് എന്ത് നിലനിൽപ്പാണുള്ളത്? ഇനി അവിടെയും അതുകൊണ്ട് അവസാനിക്കുന്നില്ല. ട്രംപ് പറയുന്നു, നിങ്ങളെല്ലാം ഞങ്ങൾക്കെതിരായിട്ടുള്ള തീരുവ എടുത്തു കളയണം. അമേരിക്കക്കെതിരായിട്ടുള്ള തീരുവ എടുത്തു കളയണമെന്ന് ഓരോ രാജ്യത്തോടും പറയുമ്പോൾ ഇന്ത്യ അമേരിക്കക്കെതിരായിട്ടുള്ള തീരുവകളെല്ലാം പൂജ്യമാക്കുന്നു വിചാരിക്കുക. അതും മോസ്റ്റ് ഫേവേർഡ് നേഷൻ ട്രീറ്റ്മെന്റ് ലംഘനമാണ്. ഇന്ത്യ MFN പ്രിൻസിപ്പിൾ ലംഘിച്ചു എന്ന് പറയും. കാരണം ഇംഗ്ലണ്ടിന് ആ കൺസെഷൻ കൊടുക്കുന്നില്ലെങ്കിൽ അമേരിക്കയ്ക്ക് മാത്രം താരിഫില്ല, മറ്റു രാജ്യങ്ങൾക്കെതിരായിട്ടെല്ലാം ഇന്ത്യക്ക് താരിഫ് വെക്കാൻ കഴിയും. അങ്ങനെ താരിഫ് വെച്ച് കഴിഞ്ഞാൽ അത് നോൺ ഡിസ്ക്രിമിനേഷൻ പ്രിൻസിപ്പിളിന് എതിരാണ്. അപ്പൊ യഥാർത്ഥത്തിൽ ഇന്ത്യ അമേരിക്ക കൺസെഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഇന്ത്യ WTO മെമ്പർഷിപ്പ് നിലനിർത്തുന്ന രാജ്യം എന്നുള്ള നിലയിൽ എല്ലാ രാജ്യങ്ങൾക്കും അതേ കൺസെഷൻ കൊടുക്കാൻ ഇന്ത്യ ബാധ്യസ്ഥമാണ്. ഇത് കൊറിയയുടെ കാര്യത്തിലും ബംഗ്ലാദേശിന്റെ കാര്യത്തിലും എല്ലാം ഇതേ തരത്തിലുള്ള വ്യവസ്ഥകളുണ്ട്. അപ്പൊ ഞാനീ പറഞ്ഞത് അടിസ്ഥാനപരമായ WTO പ്രിൻസിപ്പിൾസ് ഓരോന്നും ലംഘിക്കുന്ന തരത്തിലാണ് ട്രംപിന്റെ ഇപ്പോ ഈ നയങ്ങൾ വന്നിരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ലോക വ്യാപാര സംഘടന ഇപ്പൊ തന്നെ അത് മരിച്ച ഒരു സംഘടനയായിട്ട് മാറിയിട്ടുണ്ട്. അവിടെ ഡിസ്പ്യൂട്ട് സെറ്റിൽമെന്റ് മെക്കാനിസം ഒന്നും വർക്ക് ചെയ്യുന്നില്ല. അതുപോലെ തന്നെ WTO ചർച്ചകൾ സംഘടിപ്പിക്കാൻ കഴിയുന്നില്ല. അതിനു പുറമെ ഇപ്പോൾ അമേരിക്ക ഇങ്ങനെ പെരുമാറുന്നതോടുകൂടി യഥാർത്ഥത്തിൽ രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം രൂപപ്പെട്ട അന്തർദേശീയ വ്യാപാര ക്രമം തന്നെ ഇല്ലാതായിരിക്കുകയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇവിടെ രഞ്ജിത്ത് ചോദിച്ച ചോദ്യം പ്രസക്തമാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ സ്വതന്ത്ര വ്യാപാരം എല്ലാം മാറി നിയോ ലിബറൽ കാലമെല്ലാം പോകുമല്ലോ, എല്ലാവരും സ്വന്തം നിലയ്ക്കുള്ള നയങ്ങളിലേക്ക് പോവില്ലേ എന്നുള്ളതാണ്. അതിനോടൊന്ന് പ്രതികരിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം. യഥാർത്ഥത്തിൽ നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഈ സ്വതന്ത്ര വ്യാപാര നയങ്ങളെല്ലാം അത് കൂടുതലും നടപ്പിലാക്കുന്നത് പണ്ടും ഇന്നും എപ്പോഴും അവികസിത രാജ്യങ്ങൾ മാത്രമാണ്. നമ്മൾ സാധാരണ പറയാറുണ്ടല്ലോ, ന്യൂ ലിബറൽ നയങ്ങളുടെ ഫലമായിട്ട് ഭരണകൂടം ചെറുതാവണം, ഭരണകൂടം എല്ലാ കാര്യങ്ങളിലും ഇടപെടാൻ പാടില്ല, ഒരുപാട് ഇൻവെസ്റ്റ്മെന്റ് നടത്തേണ്ട കാര്യമില്ല, കടമെടുക്കരുത്, അങ്ങനെ വളരെ യാഥാസ്ഥികമായിട്ടുള്ള ഒരു ഫിസ്ക്കൽ പോളിസി പിന്തുടരണം എന്ന് അമേരിക്കയും IMFും ലോകബാങ്കും അതുപോലെ രാജ്യങ്ങളും ഇന്ത്യയെ പോലെ രാജ്യങ്ങളെ ഉപദേശിക്കുകയും അവർ പ്രീച്ച് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം, അവരങ്ങനെ ഉപദേശിക്കുന്ന കാര്യങ്ങളെല്ലാം മൻമോഹൻ സിംഗ് മുതൽ നമ്മുടെ ഭരണാധികാരികൾ, ഇപ്പോഴത്തെ ഭരണാധികാരികളടക്കം നമ്മൾ ഭരണകൂടം ചെറുതാക്കി എല്ലാ ഇടപെടലുകളിൽ നിന്നും മാറി നിൽക്കുന്ന സമീപനം നമ്മൾ സ്വീകരിക്കാറുണ്ടെങ്കിലും 1991 മൊമെന്റിനെ ഇപ്പോഴും നമ്മൾ ആരാധിച്ച് അതിനെ പ്രചരിപ്പിക്കാൻ നോക്കുകയും ഇനി ഒരു 1991 മൊമെന്റിന് ഒരിക്കൽ കൂടി അടിമത്തത്തിലേക്ക് നീക്കാനുള്ള ഒരു വലിയ സുവർണാവസരം വന്നിരിക്കുന്നു എന്ന് നമ്മൾ ആഘോഷപൂർവ്വം പറയുമെങ്കിലും
അമേരിക്ക അവർ പ്രീച്ച് ചെയ്യുന്നത് നടപ്പിലാക്കുന്ന രാജ്യമല്ല. യൂറോപ്പ് അങ്ങനെയല്ല. അതിനൊറ്റ തെളിവ് ഞാൻ പറയാം. അമേരിക്കയിലെ ഭരണകൂടത്തിന്റെ വലിപ്പം എത്രയാണ്? അമേരിക്കയിലെയും യൂറോപ്പിലെയും ഭരണകൂടത്തിന്റെ വലിപ്പം, അതായത് അവരുടെ നികുതി വരുമാനം അവരുടെ ആഭ്യന്തര GDP-യുടെ ശതമാനമായിട്ട് കണക്കാക്കുമ്പോൾ ഒരു 40-50%. യൂറോപ്പിലെല്ലാം അവരുടെ ഭരണകൂടം അത്ര വലുതാണ്. അവരത്രയേറെ നികുതി പിരിക്കുന്നു, അവരത്രയേറെ കടം കൊള്ളുന്നു. അവരുടെ ഭരണകൂടം വലുതാണ്. അവരുടെ ഭരണകൂടം എല്ലാ കാര്യത്തിലും ഇടപെടും. ബോയിങ് വിൽക്കാൻ ഇടപെടും, ആയുധം വിൽക്കാൻ ഇടപെടും, ഏത് രാജ്യത്തിൻ്റെയും ചെവിക്ക് പിടിക്കും. അതിനുവേണ്ടി അവരുടെ ഭരണകൂടം എല്ലായിടത്തും നിറഞ്ഞു നിന്ന് അവരുടെ വ്യവസായികൾക്കാകെ വേണ്ട സപ്പോർട്ട് കൊടുക്കും. ഇന്ത്യയോ? യഥാർത്ഥത്തിൽ ഈ യൂറോപ്യൻ രാജ്യങ്ങളിലെല്ലാം ഭരണകൂടത്തിന്റെ വലിപ്പം കഴിഞ്ഞ ഒരു 50 വർഷക്കാലത്തെ ചരിത്രം എടുത്തു കഴിഞ്ഞാൽ ഓരോ വർഷവും അത് കൂടി വരികയാണ്. അതായത് സ്വകാര്യ മേഖലയെക്കാളും വേഗത്തിൽ ഈ വികസിത രാജ്യങ്ങളിലെ ഭരണകൂടത്തിന്റെ സൈസ് വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ത്യയിലും ആഫ്രിക്കയിലും മൂന്നാം ലോക രാജ്യങ്ങളിലും നമ്മൾ അവർ പറയുന്നത് പൂർണ്ണമായും വിശ്വസിച്ചു. ഭരണകൂടം വലുതാവാൻ പാടില്ല, കോർപ്പറേറ്റുകൾക്ക് നികുതി വെക്കാൻ പാടില്ല, മോണിറ്റൈസേഷൻ ഓഫ് ഡെഫിസിറ്റ് പാടില്ല, ഭരണകൂടം ഏറ്റവും ചെറുതായി ഇല്ലാതാവുന്നതാണ് ഏറ്റവും നല്ലത്. അങ്ങനെ വരുമ്പോഴാണ് മത്സരം നടക്കുക, വളരുക എന്ന് പറഞ്ഞ് ആഫ്രിക്കയിലെയും ഇന്ത്യയിലെയും ഈ ഏഷ്യയിലെയും രാജ്യങ്ങളെല്ലാം ചെറുതായി വന്നു. ഇന്ത്യൻ ഭരണകൂടത്തിന്റെ വലിപ്പം യഥാർത്ഥത്തിൽ ഒരു 90-കൾക്ക് വരെ ഇന്ത്യൻ ഭരണകൂടത്തിന്റെ വലിപ്പം കൂടി വരികയായിരുന്നെങ്കിൽ, അതായത് റവന്യൂ ആസ് എ പ്രപ്പോർഷൻ ഓഫ് GDP ഓർ എക്സ്പെൻഡിച്ചർ ആസ് എ പ്രപ്പോർഷൻ ഓഫ് GDP, ഇന്ത്യയുടേത് 90-കൾക്ക് ശേഷം 1991 ഗ്രേറ്റ് മൊമെന്റിന് ശേഷം അത് സ്റ്റാഗ്നേറ്റ് ചെയ്തു, കൂടുതലല്ല ചെയ്തു. ചൈനയുടേതോ? ഇവിടെ വിജയരാഘവൻ അതിന്റെ വിശദാംശങ്ങൾ പറഞ്ഞു. ചൈന അമേരിക്ക പ്രീച്ച് ചെയ്തതൊന്നും കേൾക്കാൻ തയ്യാറായി. ചൈനയുടെ ഭരണകൂടം വലുതായിക്കൊണ്ടേയിരുന്നു. ചൈനയുടെ ഭരണകൂടം വലുതാവുകയും അവര് പ്രാദേശിക ഗവൺമെന്റുകളെയും അവിടുത്തെ എന്റർപ്രൈസുകളെയെല്ലാം ഭരണകൂടം ഇറങ്ങി നിന്ന് സഹായിച്ച് അവർക്ക് സാങ്കേതിക വിദ്യ കൊടുത്ത്, മൂലധനം കൊടുത്ത്, മത്സരക്ഷമത കൊടുത്ത് ലോകത്തിന്റെ വർക്ക്ഷോപ്പായിട്ട് ചൈന കഴിഞ്ഞ 30 വർഷം കൊണ്ട്, അതായത് നമ്മൾ 1991 മൊമെന്റ് ആഘോഷിച്ചു കൊണ്ടിരുന്ന അതേ സമയത്ത് തന്നെ ഏതാണ്ട് ഒരേ നിലയിൽ നിന്ന ചൈന, നമ്മളോടൊപ്പം തോളോട് ഒരേ നിലയിൽ നിന്ന ചൈന ഇത്രയും സമയം കൊണ്ട് ലോകത്തിന്റെ വർക്ക്ഷോപ്പായിട്ട് മാറി. ചൈനയ്ക്ക് എല്ലാ രാജ്യങ്ങളുമായി ട്രേഡ് സർപ്ലസ് വന്നു, അമേരിക്കയുമായിട്ട് ട്രേഡ് സർപ്ലസ് വന്നു. ആ സർപ്ലസ് ഉണ്ടാക്കിയ അധിക വരുമാനം ലോകത്ത് മുഴുവൻ അവര് റോഡ് ആൻഡ് ബെൽറ്റ് ഇനിഷ്യേറ്റീവ്, അതുപോലെ തന്നെ ഒരുപാട് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്പ് ചെയ്ത് അവർ ലോകശക്തിയായിട്ട് മാറി. അപ്പോ നിയോലിബറൽ നയങ്ങൾ പിന്തുടരാത്ത ചൈന, യഥാർത്ഥത്തിൽ നിയോലിബറൽ നയങ്ങൾ പിന്തുടരാത്ത യൂറോപ്പ്, അമേരിക്ക ഒക്കെ നന്നായിട്ട് പെർഫോം ചെയ്ത് അവർക്ക് ക്രൈസിസ് ഒക്കെ ഉണ്ടെങ്കിലും അങ്ങനെ മുന്നോട്ട് നിൽക്കുമ്പോൾ നമ്മൾ ഈ നിയോലിബറൽ ന്യായങ്ങൾ നമ്മുടെ സാമ്പത്തിക ശാസ്ത്രജ്ഞന്മാരുടെ കൊളോണിയൽ മൈൻഡ് സെറ്റുള്ള, അടിമ മനോഭാവമുള്ള നമ്മുടെ സാമ്പത്തിക ശാസ്ത്രജ്ഞന്മാരുടെ ഉപദേശം കേട്ട് നമ്മുടെ ഭരണകൂടം ചെറുതായി, നമ്മുടെ മത്സരക്ഷമത കുറഞ്ഞ് നമ്മൾ വല്ലാണ്ട് ദുർബലപ്പെട്ടിരിക്കുന്ന ഒരവസ്ഥയിലാണ് ഇപ്പോഴുള്ളത്. ആ അവസ്ഥയിൽ ഇപ്പോൾ ഈ താരിഫ് വന്നപ്പോൾ നമുക്ക് ബുദ്ധിമുട്ടായി, നമ്മുടെ കയറ്റുമതികളെ അത് ബാധിച്ചു. പക്ഷേ ഇതിനകത്ത് രഞ്ജിത്തിന്റെ ചോദ്യത്തിൽ സൂചിപ്പിക്കുന്ന ഒരു പോസിറ്റീവായിട്ടുള്ള എലിമെന്റ് ഉണ്ട്. ഇപ്പോഴത്തെ ലോകക്രമം, ഏകധ്രുവ ലോകം, അമേരിക്കയ്ക്ക് നേതൃത്വമുള്ള ആ ലോകക്രമം തകരുകയാണ്, പ്രതിസന്ധിയുണ്ട്. അത് തകർന്നതിന്റെ ഭാഗമാണ് ഈ ട്രംപിന്റെ യുദ്ധമെല്ലാം. അപ്പോൾ ലോക വ്യാപാരക്രമം, ലോക ഉൽപാദനക്രമം, ലോക സാമ്രാജ്യത്വ ക്രമം തകരുമ്പോൾ ആ ക്രമത്തിന്റെ മെച്ചമനുഭവിച്ചവർക്ക് തകർച്ച വരുമ്പോൾ ആ ക്രമത്തിൽ ഒരു ജൂനിയർ പങ്കാളി മാത്രമായിരുന്ന, അവിടെ തിക്തഫലങ്ങൾ അനുഭവിച്ചുകൊണ്ടിരുന്ന ഇന്ത്യയെ പോലെ രാജ്യത്തിന് ചിലപ്പോൾ ഒരു ഓപ്പർച്യൂണിറ്റി, ഒരു ഡീലിങ്കിങ്ങിനുള്ള സ്കോപ്പ്. കാരണം ചവിട്ടി പുറത്താക്കുകയാണ് യൂറോപ്പിന്റെയും
അമേരിക്കയുടെയും കൂട്ടത്തിൽ നിന്ന് പോവും എന്ന് പറഞ്ഞ് ചവിട്ടി പുറത്താക്കുമ്പോൾ ഓടിപ്പോയി ചൈനയുടെ അടുത്ത് പോകുന്നു, റഷ്യയുടെ അടുത്ത് പോകുന്നു, മറ്റ് 3-4 ലോക രാജ്യങ്ങളിലേക്ക് പോകുന്നു, ബ്രിക്സിലേക്ക് പോകുന്നു, സദേൺ രാജ്യങ്ങളിലേക്ക് പോകുന്നു. ഇന്ത്യയിലെ കമ്പോളത്തിന്റെ സാധ്യത പഠിക്കണം, ഇന്ത്യയിലെ കമ്പോളത്തിന്റെ സാധ്യത പഠിക്കണമെന്ന് മോഡി പറയുന്നു. നമ്മുടെ ചില സാമ്പത്തിക ശാസ്ത്രജ്ഞന്മാരും പറയുന്നു ഇന്ത്യയിൽ വലിയ കമ്പോളമുണ്ട്. അപ്പൊ ഇന്ത്യയിലെ ജനങ്ങൾക്ക് വരുമാനം കൊടുത്ത് ഇവിടെ കമ്പോളം ഉണ്ടായ ലോകത്തെ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള രാജ്യമല്ലേ. ഈ രാജ്യത്തിന്റെ കമ്പോള സാധ്യത ഉപയോഗിച്ച് ദക്ഷിണ രാജ്യങ്ങളുടെ സദേൺ രാജ്യങ്ങളുടെ കമ്പോളം ഉപയോഗിച്ച് ചൈനയുമായിട്ടും റഷ്യയുമായിട്ടും ചേർന്ന് നിന്ന് ബ്രസീലുമായിട്ട് ചേർന്ന് നിന്നാൽ നമുക്കൊരു സ്പേസ് ഉണ്ടാക്കാം എന്ന് ഈ നല്ല ചവിട്ട് കിട്ടിയപ്പോഴാണ്, അടി കിട്ടിയപ്പോഴാണ്, ഇടി കിട്ടിയപ്പോഴാണ്, എടുത്തെറിഞ്ഞപ്പോഴാണ് നമുക്ക് ബോധ്യമാവുന്നത്. ഇപ്പോഴെങ്കിലും ബോധ്യമായ ചെറിയൊരു സാധ്യത നമുക്ക് മുമ്പിലുണ്ട്. ഒരു വളരെ അണ്ണീക്വലായിട്ടൊരു ലോകക്രമം തച്ചുടയ്ക്കപ്പെടുമ്പോൾ അതിൽ ഈഴാളന്റെ പണിയെടുത്തുകൊണ്ട് നിന്ന ഇന്ത്യക്ക് അല്ലെങ്കിൽ മറ്റ് ദരിദ്ര രാജ്യങ്ങൾക്ക്, പിന്നാക്ക രാജ്യങ്ങൾക്ക് ലോകക്രമത്തിൽ പുതിയ ലോകക്രമം ഉണ്ടാവുമ്പോൾ അതിനെ പണിയുന്ന കാര്യത്തിൽ നമുക്ക് ശ്രദ്ധാപൂർവമായ ഒരു പങ്ക് വഹിക്കാൻ കഴിഞ്ഞാൽ നമുക്കൊരു സാധ്യത ഇത് തുറന്നു തരാനുള്ള കാര്യത്തെക്കുറിച്ച് സന്തോഷപൂർവ്വം ആലോചിക്കാം. അതിനുള്ള അവസരം വരട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ഇത്തരം ചർച്ചകൾ സംഘടിപ്പിക്കാൻ ചിന്താപ്രവർത്തകർ മുന്നോട്ട് വന്നത് പ്രത്യേകമായി അഭിനന്ദനീയമായ ഒരു കാര്യമാണ്. കാരണം ഇത്തവണത്തേത് ഒരു ചെറിയ തുടക്കം മാത്രമാണ്. കുറച്ചുകൂടെ സിസ്റ്റമാറ്റിക്കായിട്ട് വരുന്ന വർഷങ്ങളിൽ ഇത് ചെയ്യാൻ കഴിഞ്ഞാൽ കൂടുതൽ ആൾക്കാരെ ഇത്തരം ചർച്ചകളിലേക്കും പുസ്തക പ്രദർശനത്തിലേക്കുമൊക്കെ ചർച്ചകളിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞാൽ അത് വളരെ നന്നായിരിക്കും. ഈ സംഘാടനത്തിൽ കൂടുതൽ വൈഡറായിട്ടുള്ള പങ്കാളിത്തമൊക്കെ കൊണ്ടുവന്നാൽ അടുത്ത തവണ നമുക്ക് ഇത്തവണത്തെ വിജയമല്ലെന്നല്ല ഞാൻ പറഞ്ഞത്, ഇത്തവണത്തെ വിജയം ഒരു വലിയ സാധ്യത ആണ് തുറന്നു കാണിക്കുന്നത്. അടുത്ത വർഷങ്ങളിൽ നമുക്ക് കൂടുതൽ ഗംഭീരമായിട്ട് ഈ പരീക്ഷണത്തിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് അവസാനം. ഹലാൽ ഇവിടെ അവതരിപ്പിച്ച വിഷയവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഹലാലിന്റെ ഇന്ററാക്ട് ചെയ്യാനുള്ള ഒരു അവസരമാണ്. എന്തെങ്കിലും ചോദ്യങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ അത് ഉന്നയിക്കാൻ വഴി തരാം. അമേരിക്കയുടെ ആഭ്യന്തര കമ്പോളത്തെ ഈ താരിഫ് റെജീം എങ്ങനെയാണ് ബാധിക്കുന്നത്? അവിടുത്തെ ആളുകളുടെ അസംതൃപ്തിയിലേക്ക് ഇത് നയിക്കുമോ എന്നുള്ള ചോദ്യം. നേരിട്ട് ചോദിച്ച ചോദ്യത്തിന് മറുപടി പറഞ്ഞുകൊണ്ട് എഴുതി തന്ന ചോദ്യത്തിലേക്ക് പോകാം. തീർച്ചയായിട്ടും ഇപ്പം തന്നെ അമേരിക്കയിൽ വലിയ തരത്തിലുള്ള അരാജകത്വത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നുണ്ട്. അപ്പം അങ്ങനെ ആവുമെന്നുള്ളത് തന്നെയാണ് എൻ്റെ ഒരു നിരീക്ഷണം. കാരണം ഇവിടെ നേരത്തെ ജയരാജ് സൂചിപ്പിച്ചതുപോലെ അമേരിക്കയിലെ കമ്പോളങ്ങളിൽ സാധനങ്ങൾ വില കുറച്ച് കിട്ടുന്നതിൻ്റെ ഒരു കാരണം അവരുടെ ഇറക്കുമതിയാണ്. ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്നുള്ള ആൾക്കാർ പരസ്പരം മത്സരിച്ച് വില കുറച്ച് അമേരിക്കയിൽ പച്ചക്കറിയും പഴങ്ങളും മീറ്റും കൺസ്യൂമർ ഉൽപ്പന്നങ്ങളും എല്ലാം അമേരിക്കയിൽ കൊണ്ട് എത്തിക്കുന്നുണ്ട്. ഇപ്പം നമ്മുടെ ആഭ്യന്തര കമ്പോളത്തിൽ വിൽക്കുന്നതിനേക്കാളും വില കുറച്ച് നമ്മൾ ഈ രാജ്യങ്ങളിലേക്ക് ഉൽപ്പന്നങ്ങൾ എത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൽ അവിടെ വില കുറഞ്ഞ് ഈ സാധനങ്ങൾ എത്തിക്കുക എന്നുള്ളത് കിട്ടുന്നു എന്നുള്ളത് മാത്രമല്ല, യഥാർത്ഥത്തിൽ ഇങ്ങനെ ചെല്ലുന്ന പല ഉൽപ്പന്നങ്ങളും ഒരു വാല്യൂ ചെയിൻ്റെ അല്ലെങ്കിൽ ഒരു സപ്ലൈ ചെയിൻ്റെ ഭാഗമാണ്.
ഇപ്പം വാൾമാർട്ട്, അസ്ഡ തുടങ്ങിയ ഈ റീറ്റെയിൽ ചെയിനുകളുടെ കാര്യം എടുത്താൽ പോലും നമ്മൾ ഇവിടെ നിന്ന് ചെല്ലുന്ന ചായയാണെങ്കിൽ, ചായപ്പൊടിയാണെങ്കിലും, കശുവണ്ടിപ്പരിപ്പാണെങ്കിലും, മത്സ്യമാണെങ്കിലും അവർക്ക് ഒരു ഫൈനൽ പാക്കേജിങ്ങൂടെ നടത്തി അവിടെ വിൽക്കുന്നത് ഇത്തരം വലിയ കമ്പനികളാണ്. നമ്മുടെ ആൾക്കാർ പോയി അവിടെ നേരിട്ട് വിൽക്കുകയല്ലോ. ഇവിടുന്ന് ഇറക്കുമതി ചെയ്യുന്നത് ഇത്തരം വലിയ കമ്പനികളാണ്. ആ കമ്പനികൾ പിന്നെ ഒരു ചെറിയ പ്രോസസ്സിംഗ് കൂടെ നടത്തി അത് വിൽക്കുമ്പോഴത്തേക്ക് അവർക്ക് വലിയൊരു ലാഭം, ഒരു പ്രോഫിറ്റ് മാർജിനുണ്ട്. ഇപ്പം ഈ താരിഫ് വന്നപ്പോൾ ഒന്നുകിൽ ഈ താരിഫ് അടയ്ക്കേണ്ടത് അവിടെ ഇമ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരാണ്. ഏത് രാജ്യത്തും അങ്ങനെയാണല്ലോ. ഇറക്കുമതി ചുങ്കം കൊടുക്കേണ്ടത് ഇമ്പോർട്ട് ചെയ്യുന്നവരാണ്. പക്ഷെ ട്രംപും കൂട്ടരും പ്രതീക്ഷിച്ചത് ഇങ്ങനെ ഇറക്കുമതി ചുങ്കം വെക്കുമ്പോൾ ഈ കയറ്റുമതി ചെയ്യുന്ന രാജ്യങ്ങൾ അവർ വില കുറച്ച് അങ്ങോട്ട് കൊണ്ടുവരും. ഈ താരിഫിന്റെ ഭാരം അവരുടെ ഭാഷയിൽ പറഞ്ഞാൽ ഈ എക്സ്പോർട്ടേഴ്സ് വിൽ ഈറ്റ് ദ ബർഡൻ എന്നുള്ളതാണ്. അപ്പോൾ ഈ ഭാരം മുഴുവൻ നമ്മൾ തിന്നോളും, വില കുറച്ച് ആ താരിഫിൻ്റെയും കൂടെ അത്രയും വില കുറച്ച് അവിടെ സാധനം വിൽക്കും എന്നാണ് ഇവർ പ്രതീക്ഷിച്ചത്. പക്ഷെ അത് ഉണ്ടാവുന്നില്ല, വില ആ രീതി കുറയുന്നില്ല. അപ്പോൾ വില കുറയാതിരിക്കുമ്പോൾ ഒന്ന് സാധനങ്ങൾ ലഭ്യമല്ലാതെ വരുന്നു, വില കൂടുന്നു. അതിനേക്കാളെല്ലാം ഉപരി അമേരിക്കയിലെ ഈ പാക്കിംഗ് കമ്പനികൾ, റീറ്റെയിൽ കമ്പനികളുടെയൊക്കെ ലാഭം, ആമസോണിൻ്റെ അടക്കം ലാഭം, വാൾമാർട്ടിൻ്റെ അടക്കം ലാഭം കുറയും. അവർക്കത് വലിയ പ്രശ്നമായി മാറും. അതൊന്ന്. രണ്ട്, ഇത് സാധാരണ രീതിയിലുള്ള ഒരു ലളിത സാമ്പത്തിക ശാസ്ത്ര യുക്തി പോലും തെറ്റായ നയമാണ് അമേരിക്ക സ്വീകരിച്ചത്. കാരണം ഈ താരിഫിനെല്ലാം ഒരു ഘടനയുണ്ട്, സ്ട്രക്ചർ ഓഫ് താരിഫ് ഉണ്ട്. അപ്പോൾ സാധാരണ ബുദ്ധിയുള്ളൊരു ഭരണാധികാരി എപ്പോഴും ചെയ്യുന്നത് ഇൻപുട്സിന്റെ മേളിലുള്ള ഇറക്കുമതി ചുങ്കം കൂട്ടത്തില്ല. ഒരു ബൈക്ക് അവിടെ ഉൽപ്പാദിപ്പിക്കുന്നു, ആ ബൈക്കിന് വേണ്ട പല സാധനങ്ങൾ ഇറക്കുമതി ചെയ്യുമ്പോൾ ആ ഇറക്കുമതി ചെയ്യുന്ന അസംസ്കൃത സാധനങ്ങളുടെ മേളിൽ ടാക്സ് ഏർപ്പെടുത്തി കഴിഞ്ഞാൽ ഇവരുടെ ഫൈനൽ ഉൽപ്പന്നത്തിന്റെ മേളിലുള്ള ഭാരം വളരെ കൂടും. അവരുടെ ഇൻഡസ്ട്രി തന്നെ മത്സരക്ഷമത ഇല്ലാതാവും. അപ്പോൾ റോ മെറ്റീരിയൽസിന്റെ വില കുറഞ്ഞാൽ അമേരിക്കൻ ഇൻഡസ്ട്രി അത് വളരെ വളരെ പ്രതികൂലമായിട്ട് മാറും. അവരുടെ വില കൂടും, അവരുടെ മത്സരക്ഷമത ഇന്റർനാഷണൽ മാർക്കറ്റിലും ആഭ്യന്തര കമ്പോളത്തിലുമുള്ള മത്സരക്ഷമത കുറയും. ഇപ്പൊ ട്രംപിനെതിരായിട്ട് വന്നിട്ട് അമേരിക്കയിൽ തന്നെ വിമർശനത്തിന്റെ ഏറ്റവും വലിയ കാര്യം ഇതാണ്. അതായത് എക്രോസ് ദ ബോർഡ് താരിഫ് ഉയർത്തുക എന്ന് കഴിഞ്ഞാൽ ഒരു പൊട്ടന് മാത്രം ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. ഇന്ത്യയിലെ പൊട്ടന്മാർ പോലും അത് ചെയ്യാറില്ല. നമ്മൾ പോലും പണ്ട് എല്ലാ താരിഫുകളും ഒരുപോലെ ഉയർത്തിയ അനുഭവമുണ്ട്. പക്ഷെ നമ്മളും ഈ ഇൻഡസ്ട്രിയുടെ ആവശ്യപ്രകാരം അസംസ്കൃത സാധനങ്ങൾ ഇറക്കുമതി ചെയ്യുമ്പോൾ പരമാവധി തീരുവ കുറച്ച് വെക്കാൻ നമ്മൾ ശ്രമിക്കാറുണ്ട്. അല്ലെങ്കിൽ നമ്മുടെ ഇൻഡസ്ട്രിയിൽ തന്നെ അത് ബാധിക്കും. ഇപ്പം യഥാർത്ഥത്തിൽ അമേരിക്കയിൽ ഇത്തരം പ്രശ്നങ്ങൾ വ്യാപകമായി അനുഭവപ്പെട്ടു തുടങ്ങിയിരിക്കുന്നു. ഇപ്പം ആഫ്രിക്കയിൽ നിന്നും ലാറ്റിൻ അമേരിക്കയിൽ നിന്നും ഇന്ത്യയിൽ നിന്നുമുള്ള മത്സ്യം, പച്ചക്കറി, പഴങ്ങൾ അങ്ങനെയുള്ള ഉൽപ്പന്നങ്ങൾ അവിടെ അതിൻ്റെ ക്ഷാമം അനുഭവപ്പെടുന്നു, വില കൂടുന്നു. ഇങ്ങനെയുള്ള ഗുരുതരമായ പ്രശ്നങ്ങൾ അമേരിക്കൻ സമ്പദ്ഘടനയിൽ ഉണ്ടാവുകയാണ്. അവരുടെ ഇൻഡസ്ട്രി അത് ബാധിക്കുന്നു, അത് അവിടെ തൊഴിലിനെയും ബാധിക്കാനുള്ള സാധ്യതയുണ്ട്. യഥാർത്ഥത്തിൽ അമേരിക്ക ആഗ്രഹിക്കുന്നത്, അദ്ദേഹത്തിൻ്റെ പ്രസിഡന്റ് ഭാഷയിൽ പറഞ്ഞാൽ, ഇതെല്ലാം ഓരോ ഡീലിലേക്ക് നയിക്കണം. വളരെ പെട്ടെന്ന് ഓരോ രാജ്യങ്ങളുമായിട്ട് ഡീലുണ്ടാക്കി പ്രശ്നം പരിഹരിച്ചു പോകാനാണ് ട്രംപ് ആഗ്രഹിക്കുന്നത്. പക്ഷേ അങ്ങനെ ഡീലുണ്ടാക്കുന്നത് അവരുദ്ദേശിച്ച വേഗതയിൽ നടക്കുന്നില്ല എന്ന് മാത്രമല്ല, അവരൊരിക്കലും ആഗ്രഹിക്കാത്ത തരത്തിലുള്ള ഈ രാജ്യങ്ങളുടെ ഐക്യം രൂപപ്പെട്ടു വരുന്നു ആഫ്രിക്കയിൽ, അതുപോലെ തന്നെ ലാറ്റിൻ അമേരിക്കയിൽ, അതുപോലെ തന്നെ മൂന്നാം ലോക രാജ്യങ്ങളിൽ പൊതുവെ റഷ്യ, ചൈന, ഇന്ത്യ ഇവർ തമ്മിലുള്ള ഐക്യമൊക്കെ ആ തരത്തിലുള്ള പ്രശ്നങ്ങളിലേക്കാണ് പോകുന്നത്. അപ്പോൾ ട്രംപ് താരിഫ് യഥാർത്ഥത്തിൽ സാമ്പത്തിക രംഗത്തെ പ്രശ്നങ്ങളിൽ തുടങ്ങി അന്താരാഷ്ട്ര ബന്ധങ്ങളെ വരെ ഉലയ്ക്കുന്ന രീതിയിലേക്കാണ് ഇപ്പം കാര്യങ്ങൾ കൊണ്ട് എത്തിക്കുന്നത്. തീർച്ചയായിട്ടും അമേരിക്കയിൽ വലിയ ഒരു കോളിളക്കങ്ങളിലേക്ക്, ഒന്നുകിൽ ഈ നയങ്ങളിലേക്ക് നിന്ന് പുറകോട്ട് പോകുക, അതല്ലെങ്കിൽ വലിയ ആഭ്യന്തര കോളിളക്കങ്ങളിലേക്ക് കാര്യങ്ങൾ പോകും എന്നുള്ള നിലയിലാണ് ഇപ്പോൾ ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങി. ഇവിടെ വേറൊരു ചോദ്യമുള്ളത്,
UN, വേൾഡ് ബാങ്ക്, WTO ഇനിയുള്ള ഭാവി എന്ത് എന്നുള്ളതാണ്. ഈ അന്തർദേശീയ സംഘടനകളെല്ലാം തന്നെ സാമ്രാജ്യത്വത്തിൻ്റെ വലിയ അധീശത്വത്തിന് വിധേയമായിട്ടുള്ള സ്ഥാപനങ്ങളാണ്. അത് WTO ആണെങ്കിലും IMF ആണെങ്കിലും വേൾഡ് ബാങ്ക് ആണെങ്കിലും UN ആണെങ്കിലും. ലോകത്തെ ഏറ്റവും കൂടുതൽ ജനങ്ങളുള്ള ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമായ ഇന്ത്യ സെക്യൂരിറ്റി കൗൺസിൽ ഇല്ലാത്ത ഒരു UN, അതുപോലെ ആഫ്രിക്കയ്ക്ക് പ്രാതിനിധ്യം ഇല്ലാത്ത സെക്യൂരിറ്റി കൗൺസിലുള്ള ഒരു UN എന്ത് പ്രസക്തിയാണുള്ളത് എന്ന് പറഞ്ഞതുപോലെ IMFനും WTOയ്ക്കും ഒക്കെ ഈ തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ട്. ഈ ട്രംപിനും അമേരിക്കയ്ക്കും അനുഭവപ്പെടുന്ന പ്രതിസന്ധി ഈ സാർവദേശീയ സ്ഥാപനങ്ങളെയും ബാധിച്ചു തുടങ്ങിയിട്ടുണ്ട്. തീർച്ചയായും പുതിയ ലോകത്ത് ഈ സ്ഥാപനങ്ങൾക്ക്, ഈ ബഹുരാഷ്ട്ര സ്ഥാപനങ്ങൾക്ക് ഇതേമാതിരി തുടർന്ന് നിലനിൽക്കാൻ കഴിയില്ല. ലോക രാഷ്ട്രീയ ക്രമം, ലോക സാമ്പത്തിക ക്രമം, ലോക വ്യാപാര ക്രമം ഒക്കെ മാറുന്നതിനനുസരിച്ച് ഈ സ്ഥാപനങ്ങളുടെ ഘടനയിലും മാറ്റം വരും എന്ന് വേണം പ്രതീക്ഷിക്കുക. എന്ന് പറഞ്ഞാൽ സോഷ്യലിസ്റ്റ് ഒരു പരിവർത്തനം പോലെയുള്ള കാര്യം എന്നുള്ളതല്ല. ലോക വ്യവസ്ഥയിൽ ഏത് തരത്തിലുള്ള മാറ്റങ്ങളാണോ പൊതുവിൽ വരുന്നത് അതിനെ പ്രതിഫലിപ്പിക്കുന്ന രീതിയിലുള്ള മാറ്റം ഈ സാർവദേശീയ സംഘടനകളിലും ഉണ്ടാവും. ഇന്ത്യയുടെ ഇപ്പോഴത്തെ അവസ്ഥ, സാമ്പത്തിക രംഗം എങ്ങനെ എന്നുള്ളതാണ് വേറൊരു ചോദ്യം. ഇതിൽ ഇപ്പം നമ്മൾ കാണുന്നത് പോലെ അമേരിക്കയുടെ ചുങ്കം ഇന്ത്യൻ സമ്പദ്ഘടനയെ ബാധിക്കുന്നുണ്ട്, നമ്മുടെ കയറ്റുമതിയെ ബാധിക്കുന്നുണ്ട്. നമുക്ക് അമേരിക്കൻ സമ്പദ്ഘടനയുടെ മേളിൽ, അവിടെയുള്ള കയറ്റുമതിയുടെ മുകളിൽ നമുക്ക് വലിയ ആശ്രിതത്വമുണ്ട്, നമുക്ക് ഡിപ്പെൻഡൻസി ഉണ്ട്. അതുകൊണ്ട് ചുരുങ്ങിയ കാലത്തേക്കെങ്കിലും നമ്മുടെ സമ്പദ്ഘടനയിൽ അതിൻ്റേതായ പ്രത്യാഘാതം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഇന്ത്യൻ രൂപയുടെ വില ഇടിഞ്ഞിരിക്കുന്നു. ഒരുപക്ഷെ സമീപഭാവിയിൽ ഇന്ത്യൻ രൂപയുടെ വില വീണ്ടും കുറയാനുള്ള സാധ്യതയുണ്ട്. സ്വർണത്തിൻ്റെ വില കൂടുന്നു, ഇറക്കുമതി സാധനങ്ങളുടെ വില അതിൻ്റെ ഫലമായിട്ട് കൂടാം. വിലക്കയറ്റം മുമ്പോട്ട് പോകാം. ഓഹരി വിപണികളിൽ അതിൻ്റേതായുള്ള ചാഞ്ചാട്ടമുണ്ടാവാം. യഥാർത്ഥത്തിൽ കഴിഞ്ഞ കുറേ നാളുകളായിട്ട് നമ്മുടെ ഓഹരി വിപണികൾ, ക്യാപിറ്റൽ മാർക്കറ്റ് നിരീക്ഷിച്ചാൽ ഒരു കാര്യം മനസ്സിലാവും. കുറേ കാലമായിട്ട് ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് ഇന്ത്യയിൽ നിന്ന് വിറ്റൊഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയാണ്. അവർ ഇനി വരാൻ വേണ്ടിയിട്ടാണ് വിറ്റൊഴിഞ്ഞു പോകുന്നത് തീർച്ചയായിട്ടും. അപ്പോൾ വിപണി താഴേക്ക് വീഴുമ്പോഴാണ് അവർക്ക് വീണ്ടും വരാൻ അവസരമുണ്ടാവുക. ഈ ട്രംപിൻ്റെ താരിഫ് യുദ്ധവും അതുപോലെ ഇന്ത്യക്കെതിരായിട്ടുള്ള പ്രചരണവും ഒക്കെ ഓഹരി കമ്പോളത്തിൽ നല്ല ഇടിവുണ്ടാവുമ്പോൾ അതിനുശേഷം വരുന്ന ഒരു ഒത്തുതീർപ്പിൻ്റെ ഒരു കോണ്ടെക്സ്റ്റിൽ വീണ്ടും ഓഹരി കമ്പോളം ഉണരാനുള്ള സാധ്യതയുണ്ട്. ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് ഇവിടെ നമ്മുടെ ഓഹരികളിലെല്ലാം ഏറ്റവും വില കുറഞ്ഞ നിലയിലേക്ക് എത്തുമ്പോൾ നമ്മുടെ കമ്പനികളൊക്കെ വാങ്ങിക്കാനായിട്ട്, നമ്മുടെ ഷെയർസൊക്കെ വാങ്ങിക്കാനായിട്ട് തിരിച്ചെത്തും. അപ്പോൾ നമ്മുടെ പ്രശ്നം താൽക്കാലത്തേക്ക് മാറും. ഓഹരി വിപണിയിലൊക്കെ വീണ്ടും ഉയർച്ച ഉണ്ടാവും. പക്ഷെ അതൊന്നും യഥാർത്ഥത്തിലുള്ള സാമ്പത്തിക റിക്കവറി ആയിട്ട് നമുക്ക് കാണാൻ കഴിയില്ല. യഥാർത്ഥത്തിലുള്ള റിക്കവറി വരണമെന്നുണ്ടെങ്കിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മൂന്നാം ലോകരാജ്യങ്ങളുമായിട്ട് ചേർന്നുകൊണ്ട്, ചൈനയുമായിട്ടും അതുപോലെ തന്നെ ബ്രിക്സ് രാജ്യങ്ങളുമായിട്ടും റഷ്യയുമായി ഒക്കെ ചേർന്നുകൊണ്ട് നിയോലിബറൽ തെറ്റിദ്ധാരണകൾ ഒഴിവാക്കി നമ്മുടെ ഭരണകൂടത്തെ ശരിക്കും ഉപയോഗിച്ച് ജനാധിപത്യത്തെ ശക്തിപ്പെടുത്തി, സംസ്ഥാനങ്ങളെയും കേന്ദ്രത്തെയും ശക്തിപ്പെടുത്തി നല്ല നിലയിൽ നമ്മുടെ സമ്പദ്ഘടനയിൽ ഇടപെട്ട് നമ്മുടെ പശ്ചാത്തല സൗകര്യങ്ങൾ വികസിപ്പിച്ച്, നമ്മുടെ സാങ്കേതിക വിദ്യ വികസിപ്പിച്ച്, നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ മെച്ചപ്പെടുത്തി മുന്നോട്ട് പോവുകയാണെങ്കിൽ വളർച്ചയ്ക്കുള്ള സാധ്യതയുണ്ട്. ഒറ്റ ഉദാഹരണം കൊണ്ട് അത് വ്യക്തമാക്കാം. യഥാർത്ഥത്തിൽ നമ്മുടെ വിഴിഞ്ഞം പോർട്ട് അത് ആരും പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള വലിയ വിജയമായി മാറിയിരിക്കുന്നു. അതിൻ്റെ വളർച്ച ഇനിയും അതിവേഗം വരുന്ന വർഷങ്ങളിൽ ഉണ്ടാവും. ഈ വിഴിഞ്ഞം പോർട്ടിന്റെ സാധ്യത എത്രയോ കാലമായിട്ടുണ്ടായിട്ട് ഇന്ത്യയിൽ ഒരു മദർ പോർട്ടിനുള്ള സാധ്യത ഇവിടെയാണ് ആദ്യം എന്നത് എല്ലാവരും തിരിച്ചറിഞ്ഞിട്ട് പോലും ഇന്ത്യൻ ഭരണകൂടം അതിന് തയ്യാറായില്ലല്ലോ. ഈ 91 ശേഷം ചൈനയിൽ ഇതുപോലെ എത്ര മദർ പോർട്ടുകൾ അവരുണ്ടാക്കി.
അവരുടെ റെയിൽവേ, അവരുടെ റോഡ് നെറ്റ്വർക്ക്, അവരുടെ പോർട്ട് നെറ്റ്വർക്ക്, റോഡ് ആൻഡ് ബെൽറ്റ് സ്കീം തന്നെ, ബെൽറ്റ് ആൻഡ് റോഡ് സ്കീം തന്നെ യഥാർത്ഥത്തിൽ പാശ്ചാത്യ സൗകര്യങ്ങളുടെ വിപ്ലവകരമായ വളർച്ചയെക്കുറിച്ചാണ് സൂചിപ്പിക്കുന്നത്. അത് ചൈനീസ് കമ്പനികളെ എത്രമാത്രം, അവരുടെ മത്സരക്ഷമത എത്രമാത്രം കൂടുന്നുണ്ട് എന്നുള്ളത് ആലോചിക്കണം. ഇപ്പോൾ നമ്മുടെ ഇന്ത്യയിലെ എല്ലാ കയറ്റുമതികളും പോകുന്നത്, അമേരിക്കയിലേക്ക് പോകുന്നതും നമ്മുടെ ഏതെങ്കിലും പോർട്ടിൽ നിന്ന് ദുബായിലേക്കോ കൊളംബോയിലേക്കോ പോയിട്ട് ഒരു 10-40 ദിവസത്തെ ഡിലേ വന്നതിന് ശേഷമാണ് നമ്മൾ അമേരിക്കൻ കമ്പോളത്തിലേക്ക്, യൂറോപ്യൻ കമ്പോളത്തിലേക്ക് എത്തിച്ചേരുന്നത്. നമ്മുടെ കശുവണ്ടിയും മീനും ഇവിടുന്ന് കയറി പോകുമ്പോൾ ഓരോ കിലോയിലും ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് എത്ര കൂടുതലാണ്. വിഴിഞ്ഞം വരുമ്പോൾ ഈ 45 ദിവസം ഒരാഴ്ചയായിട്ട് കുറയുമ്പോൾ, അല്ലെങ്കിൽ 15 ദിവസമായിട്ട് കുറയുമ്പോൾ ഓരോ കിലോ കയറ്റുമതി ചെയ്യുമ്പോഴും, ഓരോ ഡോളർ മൂല്യം കയറ്റുമതി ചെയ്യുമ്പോഴും അതിൻ്റെതായ അഡ്വാൻറ്റേജ് ഉണ്ടാവും. ഒരു തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 10-15% 20% താരിഫ് ഉണ്ടായാൽ പോലും ആ താരിഫിനെ അതിജീവിക്കുന്ന കോസ്റ്റ് ഗെയിൻ ഉണ്ടാക്കാൻ ഈ വിഴിഞ്ഞം പോർട്ടിന് മാത്രം കഴിയും. എന്ന് പറഞ്ഞാൽ ഭരണകൂടം ചെറുതാക്കണം എന്ന് പറയുന്ന ആ പ്രത്യയശാസ്ത്രം ഉപേക്ഷിച്ച് നമ്മുടെ ദേശീയപാതകളും നമ്മുടെ പോർട്ടുകളും നമ്മുടെ റെയിൽവേ പാതകളും നമ്മുടെ ഹയർ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസും ഒക്കെ നന്നാക്കിയിരുന്നെങ്കിൽ ഇന്ത്യയെ ആർക്കും തോൽപ്പിക്കാൻ കഴിയുമായിരുന്നില്ല. ചൈനയെ വെല്ലുന്ന രീതിയിൽ നമുക്ക് നിൽക്കാമായിരുന്നു. അതാണ് വിഴിഞ്ഞത്തിൻ്റെ പാഠം. അതാണ് നമ്മുടെ നാട്ടിൽ നടക്കുന്ന, കേരളത്തിൽ നടക്കുന്ന പശ്ചാത്തല മേഖലയിലെ വികസനത്തിൻ്റെ പാഠം. ഇത് ഇന്ത്യ രാജ്യം ഉൾക്കൊള്ളും എന്നുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും ഈ പോസ്റ്റ് ട്രംപ് ഇറയിൽ നമുക്ക് മുന്നോട്ട് പോകാനുള്ള വഴി തുറക്കും എന്ന് തന്നെ. നമ്മുടെ അന്താരാഷ്ട്ര കരാറുകൾക്കൊക്കെ അടിസ്ഥാനമായിട്ടുള്ള വ്യാപാര UCPDC, യൂണിഫോം കസ്റ്റംസ് ആൻഡ് പ്രാക്ടീസ് ഓഫ് ഡോക്യുമെന്ററി ക്രെഡിറ്റ്, ICC പ്രസിദ്ധീകരിക്കുന്നുണ്ട്. 2017 ശേഷം ഇതുവരെ 2027 വരെ നിലനിൽക്കേണ്ടുന്ന UCPDC ഫൈനലൈസ് ചെയ്തിട്ടില്ല. കാരണം ഈ താരിഫും ട്രേഡും തമ്മിലുള്ള ഇന്റർനാഷണൽ റൂൾസ് ആണ്. അപ്പൊ UCPDCയുടെ ഭാവി എന്താണ് എന്നുള്ളതിനെ സംബന്ധിച്ച് വലിയൊരു ആശങ്ക ഉണ്ടായിരിക്കും. അപ്പൊ അതിന്റെ ചർച്ചകൾ എവിടെ വരെ എത്തി എന്നുള്ളതിനെ കുറിച്ച് അപ്ഡേറ്റ് എന്തെങ്കിലും ഉണ്ടോ? അതിന്റെ വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ എന്താണ് അതിനെ കുറിച്ച് പറയുന്നതെന്നുള്ള. മറ്റൊന്ന്, ഇന്ത്യ ഇനിയിപ്പോ എക്സ്പോർട്ട് ഇൻസെന്റീവ് സ്കീം വർദ്ധിപ്പിക്കാൻ പോവാണ്. ഇപ്പൊ 2-3% എന്ന് പറഞ്ഞിരിക്കുന്ന 2025-28 റോഡ് മാപ്പ് മാറ്റാൻ പോവാണ്. ഇനിയിപ്പോ ഈ കിറ്റക്സ് അടക്കമുള്ളവര് തുണിയല്ല ഇന്ത്യയിൽ വിൽക്കും, കേരളത്തിൽ വിൽക്കും എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ വരുമ്പോ കേരളത്തിലെ ബിസിനസ്സുകാരുടെ വരുമാനത്തെ ഒരുപാട് സപ്ലൈ വരുമ്പോ അത് കൂടുതൽ എക്സ്പോർട്ടുകാർ ഇന്ത്യയിൽ തന്നെ സാധനങ്ങൾ കുറെ വിൽക്കുമ്പോ ഇവിടുത്തെ വില നിലവാരം കുറയുന്ന ഒരു അവസ്ഥയും കൂടെ വരില്ലേ എന്നുള്ളൊരു കാര്യം കൂടി നമ്മളൊന്ന് ആലോചിക്കണം. അപ്പൊ ഭാവിയിൽ നമ്മുടെ രാജ്യത്തിന്റെ എക്സ്പോർട്ട് അതിന്റെ ഒരു റീഡിഫൈനിങ് അല്ലെങ്കിൽ റീമാപ്പിംഗ് എന്തെങ്കിലും ചെയ്യാൻ കഴിയും. രണ്ട് കാര്യം കൂടെ എന്നോടൊരു കാര്യം പറയാനുള്ളത്, പുതിയ പരിഷ്കാരങ്ങൾ തുടങ്ങി കഴിഞ്ഞിരിക്കുന്നു. 4 ബാങ്കുകൾ പ്രൈവറ്റൈസ് ചെയ്യാനുള്ള റോഡ് മാപ്പ് തയ്യാറാക്കാൻ മെറിൽ ലിഞ്ചിനെ ഗവൺമെന്റ് ഇതിനിടയ്ക്ക് ചുമതലപ്പെടുത്തിയായിട്ട് ഒരു വാർത്ത കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടിരിക്കുന്നു. ഇതും ഇതിനോടൊപ്പം ചേർത്ത് വായിക്കേണ്ടതാണ്. അപ്പൊ ഈ അടിസ്ഥാനത്തിൽ വിദേശ സാധനങ്ങളുമായി ലെവൽ പ്ലേയിങ് ഗ്രൗണ്ട് വരുമ്പോ നമുക്ക് പഴയ സ്വാശ്രയ മുദ്രാവാക്യം വീണ്ടും നമ്മൾ ഉയർത്തേണ്ടതല്ലേ എന്നുള്ളൊരു ചോദ്യം കൂടെ ഉണ്ട്. അതിനുള്ള ഒരു മൂവ്മെന്റ് ഇടതുപക്ഷത്തിന്റെ ഭാഗത്തുനിന്ന് ശക്തമായി മുന്നോട്ട് വരേണ്ടതല്ലേ? ഇവിടെ ഈ നമ്മുടെ ബാങ്കുകളുടെ കാര്യത്തിലാണെങ്കിലും നമ്മുടെ കയറ്റുമതിക്കാരുടെ കാര്യത്തിലാണെങ്കിലും ഒക്കെ സ്വകാര്യ മേഖലയാണെങ്കിലും പൊതുമേഖലയാണെങ്കിലും സഹകരണ മേഖലയാണെങ്കിലും ഇന്ത്യയിലെ എന്റർപ്രണിയേഴ്സിനെ, ഇന്ത്യയിലെ സംരംഭങ്ങളെ ഈ വലിയ ലോക വിപണിയിൽ മത്സരിക്കാൻ പ്രാപ്തമാക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിന് ഗവൺമെന്റിന്റെ ഭാഗത്ത് പ്രധാനപ്പെട്ട പങ്ക് വഹിക്കാനുണ്ട്. അതിൽ ഈ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് അടക്കം ഓരോ മേഖലയിലെയും നയങ്ങൾ രൂപീകരിക്കുന്നതിൽ ആ കാര്യത്തിലാണ് ശ്രദ്ധിക്കാനുള്ളത്. പക്ഷേ നിർഭാഗ്യവശാൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇന്ത്യയിലെ മുഖ്യധാര സാമ്പത്തിക ശാസ്ത്രജ്ഞന്മാർ ഇപ്പോഴും വിശ്വസിക്കുന്നത് നമ്മൾ കമ്പോളത്തിന് കാര്യങ്ങളെല്ലാം തുറന്നിട്ട് കൊടുക്കുക,
ഇപ്പം ഈ ഇത്തരം കൺസൾട്ടൻസ് ഇപ്പം നിങ്ങൾ പറഞ്ഞ മേരി ലിഞ്ച് എന്താണ് ഇതുപോലുള്ള കൺസൾട്ടൻസ് എല്ലാം അത് ആ സാമ്രാജ്യത്വ ഏജൻസികളുടെ അവിടെ ട്രെയിൻ ചെയ്യപ്പെടുന്ന വിദഗ്ധന്മാർ വരുന്ന ആൾക്കാരാണ്. അപ്പം അവര് തീർച്ചയായിട്ടും അവര് പ്രചരിപ്പിക്കാൻ ശ്രമിക്കുന്ന സിദ്ധാന്തം എന്ന് പറയുന്നത് മൂന്നാം ലോകരാജ്യങ്ങൾ എവിടെ അത് ഭരണകൂടം ചെറുതായി കമ്പോളത്തിന് കാര്യങ്ങളെല്ലാം തുറന്നിട്ട് കൊടുത്താൽ നമ്മൾ മുന്നോട്ട് പോകും എന്നുള്ള ധാരണയാണ്. അതാണ് നമ്മൾ പറഞ്ഞത്. ചൈനയുടെ എക്സ്പീരിയൻസ് അതല്ല. ചൈന മൂലധനത്തെയും സാങ്കേതിക വിദ്യയൊക്കെ ചൈനയിലേക്ക് കൊണ്ടുവന്നു. ആ കാര്യത്തിൽ വളരെ ലിബറലായിട്ടുള്ള നയം അവർ സ്വീകരിച്ചു. പക്ഷെ അതേസമയം ചൈനീസ് ഭരണകൂടം ചെറുതാവുകയല്ല ചെയ്തത്. ചൈനീസ് ഭരണകൂടം അതുപോലെ തന്നെ അവിടുത്തെ എല്ലാ ടയർ ഗവൺമെന്റ്സും അവരുടെ പ്രാധാന്യം ഉയർത്തിക്കൊണ്ട് അവിടെ ഈ ഉത്പാദന രംഗത്തെ ഉയർച്ചയ്ക്ക് നേതൃത്വം കൊടുക്കുന്ന തരത്തിൽ എല്ലാ ലെവലിലും ഭരണകൂടത്തിന്റെ സജീവമായ പങ്കാളിത്തം ഉണ്ടായിരുന്നു. ഇവിടെ പലപ്പോഴും ഈ കൺസൾട്ടൻസികൾ ചെയ്യുന്നത് ഇപ്പോൾ ഉള്ള പൊതുമേഖലാ സ്ഥാപനങ്ങളെ കൂടെ ഇല്ലാതാക്കി ഇന്ത്യക്ക് സ്വന്തം കാലിൽ നിൽക്കാനുള്ള ശേഷി തകർക്കുന്ന രീതിയിലുള്ള ഇടപെടൽ ഉണ്ടായാൽ അത് തീർച്ചയായിട്ടും നമുക്ക് മുമ്പോട്ട് പോകാൻ സഹായകരം ആവില്ല എന്നുള്ളത് തന്നെ. ഇവിടെ ഈ ട്രംപിൻ്റെ നയങ്ങളുടെ ഫലമായിട്ട് നമ്മുടെ നയങ്ങൾ മാറ്റുമ്പോൾ ആഭ്യന്തര കമ്പോളത്തിൽ സാധനങ്ങൾ വിൽക്കുമ്പോൾ അതിൻ്റെ ഇമ്പാക്റ്റ് ഉണ്ടാവുമോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഉണ്ടാവും. പക്ഷേ ഇന്ത്യയുടെ വിപണി വളരെ വലുതാണ്. ഇന്ത്യയുടെ വിപണി ഇനിയും വർദ്ധിപ്പിക്കാൻ വേണ്ടി കഴിയും. യഥാർത്ഥത്തിൽ നമ്മൾ കഴിഞ്ഞ കുറേ കാലമായിട്ട് ഇന്ത്യയിലെ ജനങ്ങളുടെ പർച്ചേസിംഗ് പവർ നിരന്തരമായി ഇടിച്ച് കുറച്ചു കൊണ്ടുവരുന്നതിനുള്ള ശ്രമമാണ് എപ്പോഴും നടത്തിക്കൊണ്ടിരുന്നിട്ടുള്ളത്. അപ്പോൾ ഇന്ത്യയിലെ ജനങ്ങളുടെ പർച്ചേസിംഗ് പവർ, വാങ്ങൽ കഴിവ് വർദ്ധിക്കുന്ന തരത്തിലുള്ള നയങ്ങൾ സ്വീകരിച്ചാൽ തീർച്ചയായിട്ടും ഇപ്പോൾ ഈ കയറ്റുമതി ചെയ്യുന്ന സാധനങ്ങൾക്ക് ഇവിടെ ആഭ്യന്തര വിപണി ഉണ്ടാക്കാൻ വേണ്ടി കഴിയും. നമ്മുടെ ജനസംഖ്യ അത്ര വലുതാണ്. നമ്മുടെ കമ്പോളം കൂടുതൽ വലുതാവാൻ സാധ്യതയുള്ളൊരു കമ്പോളമാണ്. അപ്പോൾ അതിൻ്റെ സാധ്യത ഉപയോഗിക്കത്തക്ക രീതിയിൽ നമ്മുടെ നയങ്ങളിൽ ക്രമീകരണം ഉണ്ടാക്കി കഴിഞ്ഞാൽ കയറ്റുമതി ചെയ്തിരുന്ന ഒരു ഭാഗത്തിന് ഇവിടെ മാർക്കറ്റ് ഉണ്ടാക്കാൻ കഴിയും. പക്ഷെ അത് പറയുമ്പോൾ തന്നെ ലോക കമ്പോളത്തിലെ സാധ്യത ഇന്ത്യക്ക് ഉപയോഗിക്കാൻ ഇനിയുണ്ട്. ഇപ്പോൾ ഈ ട്രംപിൻ്റെ താരിഫ് കൊണ്ട് ലോക കമ്പോളം സ്ഥിരമായിട്ട് അടയ്ക്കപ്പെടും എന്നുള്ള ഒരു ധാരണയിലേക്ക് നമ്മൾ പോകേണ്ട കാര്യമില്ല. കാരണം അമേരിക്കയും യൂറോപ്പും ലോക കമ്പോളമാകെ തന്നെ ഈ ഇന്ത്യയിൽ നിന്നുള്ള ഇറക്കുമതി സ്വീകരിക്കാൻ തയ്യാറാവേണ്ടി വരും. കാരണം ലോക വിപണിയിൽ ചെറിയൊരു പ്രൊപ്പോർഷൻ മാത്രമേ, 2-3% താഴെ മാത്രമാണ് ഇന്ത്യയുടെ ഷെയർ. യഥാർത്ഥത്തിൽ ഇന്ത്യയെ പോലൊരു രാജ്യത്തിന് ഒരു 5-6% ലോക കമ്പോളത്തിൽ നിന്ന് എടുക്കുന്നതിന് ഒരു ബുദ്ധിമുട്ടുമില്ല. ശരിയായ രീതിയിലുള്ള ആസൂത്രണമുണ്ടെങ്കിൽ നമുക്ക് കയറ്റുമതി പങ്കാളിത്തം ഉണ്ടാവാം. അതുപോലെ തന്നെ അതിൻ്റെ ഫലമായിട്ടുള്ള തൊഴിലവസരങ്ങളൊക്കെ ഇവിടെ സൃഷ്ടിക്കുന്നതിനുള്ള സാഹചര്യമുണ്ട്. നിങ്ങൾ ആദ്യം ചോദിച്ചതിൻ്റെ സാങ്കേതിക വശം പൂർണ്ണമായിട്ട് എനിക്ക് അത്ര അറിയുന്നുള്ള കാര്യമല്ല. അതിൽ എനിക്ക് പറയാനുള്ള ഇതാണ്, ഈ നമ്മൾ സാധാരണ ഈ കസ്റ്റംസ് ക്ലാസിഫിക്കേഷൻ, ട്രേഡ് ക്ലാസിഫിക്കേഷൻ, ഇതെല്ലാം നേരത്തെ വ്യത്യസ്തമായ ക്ലാസിഫിക്കേഷൻസ് ആയിരുന്നു. ഇൻഡസ്ട്രിയുടെ ക്ലാസിഫിക്കേഷൻ ആണെങ്കിലും ട്രേഡിൻ്റെ ക്ലാസിഫിക്കേഷൻ ആണെങ്കിലും കസ്റ്റംസ് ക്ലാസിഫിക്കേഷൻ ആണെങ്കിലും അതെല്ലാം വ്യത്യസ്തമായിരുന്നു. പക്ഷേ ഒരു സാർവദേശീയ കരാറിൻ്റെ ഭാഗമായിട്ട് ഇതിനെല്ലാം ഹാർമണൈസ് ചെയ്യുന്ന ഒരു സിസ്റ്റം നിലവിൽ വന്നിട്ടുണ്ട് ലോകത്ത്. മിക്കവാറും രാജ്യങ്ങളെല്ലാം ഹാർമണൈസ്ഡ് ക്ലാസിഫിക്കേഷൻ സിസ്റ്റത്തിലേക്ക് മാറിയിട്ടുണ്ട്. അപ്പോൾ ഹാർമണൈസ് സിസ്റ്റത്തിലേക്ക് വരുമ്പോൾ കസ്റ്റംസ് ക്ലാസിഫിക്കേഷനും ട്രേഡ് ക്ലാസിഫിക്കേഷനും ഇൻഡസ്ട്രിയൽ ക്ലാസിഫിക്കേഷനും എല്ലാം ഒരേ രീതിയിലാവും. അപ്പോൾ ഒരു ഇൻഡസ്ട്രിയെ കണ്ടുപിടിക്കാനായിട്ട് അതിൻ്റെ കോഡ് വെച്ച് കഴിഞ്ഞാൽ ആ കോഡ് വെച്ച് നോക്കുമ്പോൾ അത് ട്രേഡ് ക്ലാസിഫിക്കേഷനിലും ഇൻഡസ്ട്രിയൽ ക്ലാസിഫിക്കേഷനും കസ്റ്റം ക്ലാസിഫിക്കേഷനിലും അത് ഒരുപോലെയാവും. ഇന്ത്യയും അങ്ങനെ ഒരു ഹാർമണൈസ് സിസ്റ്റത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ട്രേഡ് ക്ലാസിഫിക്കേഷൻ ഹാർമണൈസ് സിസ്റ്റത്തിലാണ്. പക്ഷേ ചില ആഭ്യന്തര നിയമങ്ങൾ എല്ലാം പൂർണ്ണമായിട്ട് ഒരു ഹാർമണൈസ് സിസ്റ്റത്തിലേക്ക് മാറ്റാത്തതിൻ്റെ ചില പ്രശ്നങ്ങൾ അവശേഷിക്കുന്നുണ്ട്. സ്പെസിഫിക് ആയിട്ട് അങ്ങ് ചോദിച്ചതിൻ്റെ കൃത്യമായിട്ടുള്ള സാങ്കേതികമായിട്ടുള്ള ഡീറ്റെയിൽസ് എനിക്ക് അറിഞ്ഞുകൂടും. നമ്മുടെ ഈ ഉച്ചയ്ക്ക് ശേഷമുള്ള സെഷനുകൾ വളരെ നീണ്ടുപോയി.
നേരത്തെ സൂചിപ്പിച്ചതുപോലെ വളരെ അതീവ സുപ്രധാനമായ വിഷയങ്ങളെക്കുറിച്ചും പ്രത്യേകിച്ചും ഇന്നത്തെ കറന്റ് കോണ്ടെക്സ്റ്റിൽ നടക്കുന്ന ഈ വിഷയങ്ങളെക്കുറിച്ചുള്ള ഒരു കൃത്യമായ സൂചനകൾ നൽകാനായിട്ട് ഈ സെഷനുകൾക്ക് കഴിഞ്ഞു എന്ന് വിചാരിക്കുന്നു. ഇതിനകത്ത് ഈ വിഷയത്തിൽ ഒരുപക്ഷെ ഇന്ത്യയിൽ തന്നെ നമുക്ക് കിട്ടുന്ന ഏറ്റവും പ്രഗത്ഭരായിട്ടുള്ള ആൾക്കാരെ നമുക്ക് ഈ വന്നു. ഭാരതാലുമായിട്ട് ഇത്ര സമയം ഇന്ററാക്ട് ചെയ്യാനായിട്ട് സാധിച്ചത്, ഈ വിഷയം ചർച്ച ചെയ്യാനായിട്ട് സാധിച്ചത് ലിബറേറ്റിൻ്റെ ഒരു വലിയ ഭാഗ്യമായി കരുതുന്നു. ഹർലാലിന് ചിന്തയുടെ പേരിലും ലിബറേറ്റിൻ്റെ പേരിലുള്ള നന്ദി രേഖപ്പെടുത്തുന്നു.